കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടുകൊണ്ട് ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെഷനിൽ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഹല്ലേലൂയ ദൈവസഭയായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാവരെയും പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഹല്ലേലൂയ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അയച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ഭൃത്യൻ രജീഷ് പാസ്റ്റർ അവർകളെയാണ്. കാട്ടാക്കട ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാണ് ദേവദാസൻ്റെ സന്ദേശം. ആ ദൈവദാസനെ ഹല്ലേലൂയ ദൈവം ശക്തമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവേ, അവിടെ നിന്ന് സംസാരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലുദ്യായുടെ ഹൃദയം അല്ലെങ്കിൽ വചനം കേൾക്കേണ്ടതിന് ദൈവം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒന്ന് തുറക്കണമേ. അല്ലെങ്കിൽ ജീവനും ചൈതന്യമുള്ള ദൈവവചനം, ജീവിപ്പിക്കുന്ന ദൈവവചനം, സൗഖ്യമാക്കുന്ന ദൈവവചനം, ഹല്ലേലൂയ ബോണ്ടേജുകളെയൊക്കെ തകർക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി വിടുതലായി തീർക്കണമേ. എല്ലാറ്റിനുപരിയായി കർത്താവിൻ്റെ നാമം ഇവിടെ മഹത്വപ്പെടുവാൻ അതിടയാക്കി തീർക്കണമേ എന്ന് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അങ്ങനെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലയേറിയ ഭൃത്യനെ ഹല്ലേലൂയ പാസ്റ്റർ രജീഷ് അവരുകളെ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായി മുന്നേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെഷൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാരംഭമായി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ നടുവിൽ നിൽക്കാൻ കർത്താവ് എനിക്ക് നൽകിയ ഈ വിലപ്പെട്ട അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനും ദീർഘകാലങ്ങളായി കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മറ്റ് കർത്തൃഭൃത്യന്മാർ, ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം, എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ ഇന്ന് രാവിലെ ഞാൻ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിക്കും എന്നത്ര പേർക്ക് ഉറപ്പുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യവും അതിൻ്റെ 20-ാമത്തെ വാക്യവും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ന്യായാധിപന്മാർ 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും. എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് യഹൂദയിൽ പാളയമിറങ്ങി ലേഹിയിലെല്ലാം പരന്നു. 20-ാം വാക്യം. അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ എന്നോട് ഇടപെടണമേ എന്ന് എല്ലാ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്ട് ആരും ഇതിനകത്ത് മൗനമായിരിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് വേണ്ടി ചില അല്പസമയം നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റിവെക്കാം, നമ്മുടെ വിചാരങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. ആമേൻ. ഏറ്റിരിക്കുന്ന മുറിവുകൾ ഇന്ന് പകൽ ദൈവം ഉണക്കുന്നൊരു പകലായി മാറട്ടെ. അതിനായി നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാമല്ലോ. പരിശുദ്ധാത്മാവാഴത്തിലൊന്ന് ഇടപെടേണ്ടതിന് വിട്ട് തരുകയില്ല എന്ന് വാദിക്കുന്ന ശത്രുവിൻ്റെ മണ്ഡലങ്ങളുടെ പിടിയിൽ നിന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ വിടുവിച്ച് പുറത്തെടുക്കുക. നന്മ കാണത്തില്ലെന്ന് വാദിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഒരു നന്മ നമുക്ക് അനുഭവിക്കുവാൻ, ചിലത് കണ്ടും കേട്ടുമല്ല, ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു എനിക്ക് ചിലത് അനുഭവിച്ച് പ്രാപിച്ചു മടങ്ങണമെന്ന്? ആമേൻ. അതാഗ്രഹിക്കുന്ന എല്ലാ ഉള്ളങ്ങളും അധരങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. അർത്ഥൽ പ്രൗഢമന രഗജന ഹർത്തനാദന വൈഡമന രഗജൽ ഖമന അടകരഗജന ശംധരാധന. ഇന്ന് പകൽക്കാലം വഴിയടച്ചു നിൽക്കുന്ന ചില പ്രതിസന്ധികളെ, വഴിയടച്ചു നിൽക്കുന്ന ചില വെല്ലുവിളികളെ, വഴിയടച്ചു നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവ് കൈകാര്യം ചെയ്യുന്ന പകലെന്ന് അകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങൾ ഇന്ന് രാവിലെ ചലിച്ചു തുടങ്ങട്ടെ.
റിബരബരബല ശംധരദരമന അർത്ഥൽ പ്രൗഢമന ഘടകരക ശംധരാധര അർത്ഥരാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗമേ അവിടെ നിന്ന് ഇറങ്ങി വരണമേ, ആത്മാവേ അവിടെ നിന്ന് ഇറങ്ങി വരണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായൊരു ദൈവ പ്രവർത്തിക്കായി അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ ഊറ്റിരിക്കുമ്പോൾ ഇന്ന് പകൽ ഒരു ഇരുട്ടിന്റെ ആധിപത്യങ്ങളോ ഇതിനകത്ത് ജയമെടുക്കാതെ വന്ന് ആത്മാവ് ഇതിനകത്ത് ഉലാവണമേ, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിക്കണമേ. റബലബരബ ശംധരദരവന അർത്ഥമന റിബന്ധരാദര അക്ഷരാധുനാമന റവൽഖരാദര. ഓ ജീസസ്, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പീഡിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പീഡിച്ചു. താതൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാർവോട് ചേർത്തണച്ചു. താതൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാർവോട്. ആ വലങ്കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവനൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉറവിട മാമൻ യേശുവേ സർവ രമലബരബല ശംധരഗദരഗസ് ഓ രബബബബബ ശഖരദന മെൻ യേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടും. അങ്ങേ ഞാൻ അങ്ങേ ദീനവും ഭാരനേ. ഒരിക്കൽ കൂടെ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും ശബരവനരഗദരഗ ശംധരാധന. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. അടിയൻ അവിടുത്തെ വഹ, ഈ ജനം അവിടുത്തെ വഹ. ഞങ്ങളോട് ഒരുമിച്ച് അവിടെ നിന്ന് ഇടപെടണമേ. ഞങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്, ഞങ്ങൾ ഒത്തിരി ദൈവശബ്ദം കേട്ടിട്ടുള്ളവരാണ്, ഞങ്ങൾ ഒത്തിരി ദൈവാലോചനയ്ക്ക് ഞങ്ങളുടെ കാത് കൂർപ്പിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഇന്ന് പകലിൽ വ്യത്യസ്തമായൊരു ദൈവിക ഇടപെടൽ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ മുറിവേറ്റ ചിലരിതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകലവരുടെ മുറിവുകളെ കെട്ടണമേ. ആമേൻ. ചില വഴികൾ തുറക്കപ്പെടുമെന്ന് കണ്ട ചില വഴികൾ ആമേൻ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ ഇനി എങ്ങനെയെന്ന ചോദ്യചിഹ്നവുമായി ആമേൻ ഭാരത്തോടെ ഇരിക്കുന്ന ചിലര് ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ അവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. റബലബ ശംധരാധന അർത്ഥനാധന ജഗൽഖരാധന. ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച വിധത്തിൽ മുന്നേറാൻ പലവട്ടം ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രതീക്ഷിച്ച നിലകളിൽ ആമേൻ മുന്നേറാൻ കഴിയാതെ, ഇന്നും വെളിച്ചം കാണാൻ കഴിയാതെ, ഒരു പരുവത്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആത്മമണ്ഡലത്തെ ചുമക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകലവരെ ആത്മാവ് ആമേൻ ചിലരുടെ ഇടയിൽ നിന്ന് അഭിഷേകത്തോടെ, ആത്മശക്തിയോടെ, അധികാരത്തോടെ സ്വർഗം പുറത്തെടുക്കുന്നതിന് അതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു.
പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടും. ദൈവകൃപ ഞങ്ങളുടെ മധ്യത്തിൽ പകർന്നാലും ശുശ്രൂഷ തീരുവോളം തിരുസാന്നിധ്യത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 9-ഉം 20-ഉം വാക്യങ്ങളാണല്ലോ ഇന്ന് പകൽ ആമേൻ സ്തോത്രം ദൈവവചനത്തിന് കേൾവിക്കായി നാം വായിച്ചു കേൾക്കപ്പെട്ടത്. 9-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് ഈ യഹൂദയിൽ പാളയമിറങ്ങി ലേഖയിലെല്ലാം പരന്നു. 20-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ പാളയമിറങ്ങിയ ഫെലിസ്ത്യരുടെ കാലത്ത് സ്തോത്രം ആമേൻ ആ ദൈവഭക്തനെ തകർത്ത് കളയാൻ പാളയമിറങ്ങിയ ഫെലിസ്ത്യരുടെ കാലത്ത് ആ ഫെലിസ്ത്യർ നോക്കി നിൽക്കവേ വീണ്ടും 1, 2, 5 വർഷമല്ല 20 സംവത്സരം കൂടെ ന്യായപാലനം ചെയ്യാൻ, ഇസ്രായേലിന് വേണ്ടി ന്യായപാലനം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ആമേൻ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട ഫെലിസ്ത്യരുടെ നടുവിൽ തൻ്റെ അഭിഷക്തനെ ദൈവം നിലനിർത്തിയെങ്കിൽ ദേശത്ത് നിലനിർത്തത്തില്ല, നിന്റെ തലമുറയെ ആമേൻ നിലനിർത്തത്തില്ല, നിങ്ങളെ നിലനിർത്തത്തില്ല. അഭിഷക്തന്മാരെ ദൈവം നിങ്ങളെ ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ നിലനിന്ന് ആമേൻ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് വാതുകെട്ടുന്ന ഏതെങ്കിലും അന്ധകാര ശക്തികൾ നിങ്ങളുടെ ശുശ്രൂഷകളുടെ പിന്നാൻമുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മേൽ ജയോത്സവം തരുന്ന ആത്മാവിന്റെ മണ്ഡലം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് തുറക്കപ്പെടുന്ന പകലത്ത് റിബലബരബ ശംധരദന. Praise the Lord. 1, 2, 3 കാര്യങ്ങൾ ഇന്ന് പകൽ വേഗത്തിൽ ആത്മാവിനെ ഏൽപ്പിച്ച വചനദൂതുകൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിപ്പാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. 9-ൽ വായിച്ചു, എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് യഹൂദായിൽ പാളയമിറങ്ങി. എന്തുകൊണ്ട് അവർ പാളയമിറങ്ങി? എന്തിനു വേണ്ടി പാളയമിറങ്ങി? അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മനുഷ്യന് ദൈവം എന്ത് ചെയ്തു? ഈ 3 ചോദ്യങ്ങൾക്ക് വേഗത്തിൽ മറുപടി പറഞ്ഞ് ഇന്ന് പകൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഈ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ശിംശോനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ തൻ്റെ ഭാര്യ കുടുംബത്തെക്കുറിച്ചാണ്. 3 തന്നെ തകർത്ത് കളയാൻ നിൽക്കുന്ന ഫെലിസ്ത്യരെ കുറിച്ചാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാരംഭത്തിലെ ആത്മാവിലൊരു ദൂത് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ വഴി മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയാതെ വണ്ണ് നിന്റെ വഴിയെ അടച്ചു കളയാൻ ഏത് ശത്രു ഇന്ന് പകൽ പദ്ധതിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആരാധിക്കുന്നവന് വേണ്ടി അടഞ്ഞതിനേക്കാൾ അതിനേക്കാൾ അപ്പുറമായ ശ്രേഷ്ഠകരമായ വഴികളെ തുറന്ന് നടത്തുവാൻ എൻ്റെ ദൈവം ഇന്ന് പകൽ വിശ്വസ്തനെന്ന് പറഞ്ഞാൽ അതിന് ചേർന്ന് ആമേൻ പറയാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആധരങ്ങളെ തുറന്ന് ഇന്ന് രാവിലെ സ്തോത്രം പറയട്ടെ. എന്തുകൊണ്ട് ഫെലിസ്ത്യർ ചെന്ന് ഈ യഹൂദായിൽ പാളയമിറങ്ങി? അവിടെ നമുക്ക് ചിന്തിച്ച് താഴോട്ട് വരാമല്ലോ. 15-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യം വായിക്കുമ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ട് ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് ശിംശോൻ ഒരു കോലാട്ടിൻ കുട്ടിയെ കൊണ്ട് തൻ്റെ ഭാര്യയെ കാണാൻ ഒരു ശയനഗ്രഹ ദിവസത്തിൽ തിരിച്ചു മടങ്ങി വരികയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം. സ്തോത്രം. അതിൻ്റെ അർത്ഥം കുറെ കാലമായിട്ട് തനിക്ക് തൻ്റെ ഭാര്യയുമായി കുടുംബവുമായി തൻ്റെ ഭാര്യ വീടുമായി തനിക്കൊരു ബന്ധമില്ലാതെ നിൽക്കുകയാണ്. അതിന് തനിക്ക് വ്യക്തമായ ഒരു കാരണവും ഉണ്ട്. അങ്ങനെ വെറുതെ ആമേൻ കളഞ്ഞിട്ട് പോയതൊന്നുമല്ല. സ്തോത്രം. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നീട് മടങ്ങി വന്നുകൊള്ളാം. സ്തോത്രം. ശ്രദ്ധിക്കണമേ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം
തൻ്റെ ഭാര്യയെ കാണാൻ തൻ്റെ ഭാര്യ വീട്ടിൽ താൻ തിരിച്ചെത്തുമ്പോൾ സ്തോത്രം തൻ്റെ അമ്മാവിയപ്പൻ തന്നോട് പറഞ്ഞൊരു മറുപടി, അകത്തോട്ട് പ്രവേശിക്കാൻ വരട്ടെ, നീ വന്നതിൽ തെറ്റില്ല. സ്തോത്രം, കാലങ്ങൾക്കപ്പുറമാണ് നീ കഴിഞ്ഞു വന്നതെങ്കിലും നിന്നെ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. സ്തോത്രം, കാരണം നാം നിന്നെപ്പോലൊരു മരുമകനെ എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രണ്ടാമത് മടങ്ങി വന്നവനെ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവൻ സ്തോത്രം ഒരു മകളുടെ ഭർത്താവെന്ന നിലയിൽ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഇതിൻ്റെ മുന്നമേ അവനൊരു അംഗീകാരം ആ വീട്ടിനകത്തുണ്ടായിരുന്നു. സ്തോത്രം, എൻ്റെ ചിന്ത, എൻ്റെ ഭാവനയിൽ ഞാൻ ഇങ്ങനെ പറയുകയാണ്, അവൻ തിരിച്ച് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയതിൻ്റെ കാരണം അവൻ സ്തോത്രം തൻ്റെ മകളാണെന്ന് അവളുടെ അപ്പൻ കൂടെ തിരിച്ചറിഞ്ഞു എന്ന യാഥാർത്ഥ്യം കൂടെ ഞാൻ തിരിച്ചറിയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. നാം കല്യാണം കഴിച്ചു വിട്ട നമ്മുടെ പിള്ളേര് ഒരു പ്രശ്നവുമായി നമ്മുടെ വീട്ടിൽ വരുമ്പോ ഇരുഭാഗവും വിലയിരുത്താൻ കഴിയുന്ന, ആത്മാവിന്റെ നിറവിൽ അതിനെ വിവേചിക്കാൻ കഴിയുന്ന നല്ലൊരു കൂട്ടം മാതാപിതാക്കൾ നമ്മുടെ ആലയങ്ങൾക്കകത്ത് ഈ ദിവസങ്ങളിൽ ഉടലെടുക്കട്ടെ. സ്തോത്രം, സ്തോത്രം. പലപ്പോഴും സ്തോത്രം മാതാപിതാക്കൾ മക്കളെ കല്യാണം കഴിച്ചൊക്കെ വിടും, നല്ല സ്തോത്രം ആസ്തിയൊക്കെ കൊടുത്തങ്ങ് വിടും, നല്ല വിദ്യാഭ്യാസം കൊടുക്കും, നല്ല പയ്യനെ കണ്ടെത്തും. പക്ഷെ പ്രശ്നങ്ങൾ വന്ന് അവൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ എന്തെന്നോ ഏതെന്നോ അറിയാതെ, നീ വന്നതല്ലേ കുഴപ്പമില്ല, നിൽക്കുന്ന പയ്യൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും പ്രത്യേകിച്ച് പെന്തക്കോസ്തു സഭകൾക്കകത്ത് അധികമായി വർദ്ധിച്ചു വരികയാണ്. ഞാൻ പറയുന്നു, ജാതികളുടെ ഇടയിലുള്ള വിവേചനം പോലും പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഇടയിൽ ഇല്ലാതെ വന്ന് വിവേചനത്തിൻ്റെ വരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലത്ത് ആമേൻ, പുറത്ത് വിവേചനം ഉണ്ടായില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന നമ്മുടെ വീടുകൾക്കകത്തെങ്കിലും ആമേൻ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ കുറിച്ചെങ്കിലും ഒന്ന് വിവേചിക്കാനുള്ള ഒരു ദൈവകൃപ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. അത് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. സ്തോത്രം. അവൻ തിരിച്ചു വന്നപ്പോ അവനെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായി. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അവനെക്കുറിച്ചൊരു ബോധ്യം അവൻ്റെ അമ്മാവിയപ്പനുണ്ടായിരുന്നു. അതുകൊണ്ട് നാളുകളിൽ മരുമക്കളാകാൻ പോകുന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങളോട് ഞാനൊരു ഉപദേശം പറയുന്നു. നമ്മൾ ചെന്ന് കയറുന്ന വീട്ടുകാർക്ക് നാം ഒരു ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർക്കൊരു തലവേദന ഉണ്ടാക്കുന്നവരല്ല, അവർക്കൊരു ഭാരമുളവാക്കുന്നവരല്ല, അവരെ കൂടെ സ്വന്തം അപ്പനായി ആമേൻ അമ്മയായി കണക്കാക്കി ജീവിക്കാൻ നമ്മുടെ തലമുറകളുടെ മേൽ ഒരു ദൈവകൃപ ഈ ദിവസങ്ങളിൽ ദൈവം കൈമാറട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഞാൻ ചില ദിവസങ്ങൾ പനിയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അതിനുശേഷം അടുത്തൊരു പ്രാരംഭ മീറ്റിംഗ്, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒരു 3-4 ദിവസം ഒരേ കിടപ്പിലായിരുന്നു പനി പിടിച്ച്. അപ്പോൾ ജലദോഷം, ഇവിടുത്തെ ഫാനും കുറച്ച് AC ഒക്കെ അകത്തോട്ട് കയറുമ്പോൾ പെട്ടെന്ന് ഒച്ച അടയാൻ സാധ്യതയുണ്ട്. സദയം ക്ഷമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ആമേൻ. അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിലും അമ്മാവി ഇപ്പം ഒരു കാര്യം പറഞ്ഞു, ഇപ്പം നിനക്ക് അവളെ കാണാൻ പറ്റില്ല. എന്താ കാര്യം? സ്തോത്രം. പറയുകയാണ്, നിനക്കവളിൽ കേവലം അനിഷ്ടമായെന്ന് തോന്നിയിട്ട് സ്തോത്രം ഞാൻ അവളെ നിന്റെ തോഴന് കൊടുത്തുപോയി. തെറ്റൊന്നുമില്ല. സ്തോത്രം. ഇന്ന് ഡിവോഴ്സ് വരെ കാത്തിരിക്കും, അന്ന് അതുവരെ കാത്തിരുന്നില്ലെന്നേ ഉള്ളൂ. പുള്ളി പോയപ്പോഴേ അമ്മാവിയപ്പൻ ഡിവോഴ്സ് ആമേൻ സ്തോത്രം ആമേൻ എന്താ പറയുക നിശ്ചയിച്ചു കഴിഞ്ഞു. അതാ സത്യം, അതിൽ തെറ്റൊന്നുമില്ല. സ്തോത്രം. ഏതപ്പനും ഒത്തിരി കാലം പെൺമക്കളെ വീട്ടിൽ നിർത്തുക എന്ന് പറയുന്നത് മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മക്കളെ കല്യാണം കഴിപ്പിച്ചേച്ച് വിട്ടേച്ച് ആമേൻ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാതെ മകൾ തിരിച്ചു വരുമ്പോൾ അപ്പനും അമ്മയുടെ അടുത്ത ചിന്ത, നമുക്ക് എത്ര കാലം ഇവളെ നോക്കാൻ പറ്റും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് വചനം എന്ത് പറയുന്നു എന്നല്ല, നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് അടുത്ത ആളിനെ എങ്ങനെ ഏൽപ്പിക്കുക എന്നുള്ളതാ.
ഒരു സ്തോത്രം പറഞ്ഞേ. അംഗീകരിക്കുന്നവർ ഒരു സ്തോത്രം പറഞ്ഞേ. ഈ കൂടുതൽ മൗനമാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ വിളിച്ചുകുറിയൊക്കെ വായിക്കാറുണ്ട്. വായിച്ചേച്ച് അവസാനം ഒരു സെൻറ്റൻസ് പാസ്റ്റർമാർ ആമേൻ പറയുന്നൊരു കാര്യമുണ്ട്. അതുവരെ കണ്ണടച്ച് പ്രസംഗിക്കുന്ന ഉപദേശിയും കണ്ണ് തുറന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. ആമേൻ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആമേൻ രേഖാമൂലം എതിർപ്പ് അറിയിക്കാനുണ്ടെങ്കിൽ സെക്ഷൻ ഡിസ്ട്രിക്ട് ഓഫീസിൽ അറിയിക്കേണ്ടതും അല്ല ഞാൻ എല്ലാ നാളും എന്നും മൗനമായിരുന്നു കൊള്ളേണ്ടതും. അതിൻ്റെ അർത്ഥം എവിടെയെങ്കിലും നിങ്ങൾ മൗനത കാണിച്ചാൽ പറയുന്ന കാര്യവുമായിട്ട് ഇവിടെ ബന്ധമുണ്ടെന്നാ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ മടങ്ങി വരികയാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാം, ഞാൻ വേറൊരുത്തർ കൊടുത്തുപോയി. അതുകൊണ്ട് അവളേക്കാൾ സുന്ദരിയായ ഒരു തീ വീട്ടിനകത്തുണ്ട്. അത് വേറെ ആരുമല്ല, അവളുടെ സ്വന്തം അനുജത്തിയാണ്. ഞാൻ എൻ്റെ ഭാവനയെ പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആമേൻ. സ്തോത്രം. ആമേൻ. നമുക്ക് ആമേൻ. സ്തോത്രം. ശിംശോനെ കുറിച്ച് ചില കാര്യങ്ങൾ നെഗറ്റീവ് പറയാനുണ്ടെങ്കിലും പുള്ളി കൃപയിൽ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. സ്തോത്രം. എല്ലാവർക്കും മറ്റുള്ളവരുടെ വീഴ്ചയെ ഉയർത്തിപ്പിടിക്കാനാണ് താല്പര്യം. പക്ഷേ അവരുടെ നല്ല കാലത്തെക്കുറിച്ച് പറയാൻ ആരുമില്ല. ആമേൻ. ജീവിതം മുഴുവൻ വീഴ്ചയിലാണ് ജീവിച്ച് മരിച്ചാൽ ആമേൻ അവൻ മരിച്ചു കിടക്കുമ്പോൾ ചെന്ന് ആമേൻ അവൻ ചെയ്യാത്തതെല്ലാം ഉയർത്തിപ്പറയും. പക്ഷെ ശ്രദ്ധിക്കണമേ, അവനൊരു നല്ല കാലമുണ്ടായിരുന്നു. എൻ്റെ ഭാവനയിൽ ഞാൻ ഇങ്ങനെ പറയാം. സ്തോത്രം. താൻ കൃപയിൽ നിന്ന കാലമായിരുന്നത് കൊണ്ട് താൻ അതിനെ അക്സെപ്റ്റ് ചെയ്തില്ല, അംഗീകരിച്ചില്ല. അമ്മാവിയപ്പൻ പറഞ്ഞതിനോട് താൻ പ്രതികരിക്കുകയായിരുന്നു. ഇന്ന് പകൽ ദൈവസഭയോട് ആത്മാവിൽ ഞാനൊരു ദൂത് പറയാ. ആമേൻ. നമ്മുടെ പ്രായത്തെക്കാൾ എത്ര മൂത്തതാണെങ്കിലും അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ നീ പഠിച്ച പ്രമാണത്തിനും നീ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിനും നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ വിശുദ്ധിക്കും കളങ്കം വരുത്തുന്നതാണെങ്കിൽ അതെത്ര പ്രായമുള്ളവർ പറഞ്ഞാലും അതിനെ എതിർക്കാൻ ഒരു ദൈവകൃപ പ്രാപിച്ച ഒരു കൂട്ടം ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഉടവരവരവ ശന്ധരാധര. ഓ ശബരവന രഗദൽ ഖമനഗടകരഗസി. ഞാൻ ഈ അടുത്ത സമയത്ത് സ്തോത്രം ആമേൻ ഒരു ചെറുപ്പക്കാരനായ സഹോദരനെ ഉപദേശിക്കേണ്ടി വന്നു. എൻ്റെ സഭയിലുള്ളൊരു പയ്യനാ. ഞാൻ അവനെ ഉപദേശിക്കുമ്പോൾ സ്തോത്രം ഞാൻ പറഞ്ഞു, നീ ആ വഴിക്ക് പോകേണ്ടതില്ലായിരുന്നു, നീ ആ കാര്യം ചെയ്യേണ്ടതില്ലായിരുന്നു, നിനക്ക് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നല്ലോടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞതാണ്, സ്തോത്രം എൻ്റെ മമ്മിയുടെ ആങ്ങളെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് എതിർക്കാൻ കഴിഞ്ഞില്ല പാസ്റ്ററെ, ഞാൻ എങ്ങനെ അയാളോട് നോ പറയും? സ്തോത്രം. ഞാൻ അവനോട് ചോദിച്ചു, അയാൾ ഒരു ദിവസം നിനക്ക് കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് വിഷം കലക്കി തന്നിട്ട് പറയുക, ഇത് കുടിക്കുമോനെ എന്ന് പറഞ്ഞാൽ നീ കുടിക്കുമോ? അതൊരിക്കലും ഇല്ല. സ്തോത്രം. പക്ഷെ മറ്റെന്തും ആകാം. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിനാൽ വിളിച്ചു പറയുന്നു, പ്രായം നോക്കരുത് കേട്ടോ, അവൻ്റെ സ്റ്റാൻഡേർഡ് എന്തെന്ന് നോക്കരുത്. വചനത്തിന് വിരുദ്ധമായിട്ട് ഒരു അപശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങിയാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു അഭിഷേകമുള്ള ദൈവകൃപയുള്ള ആത്മശക്തിയുള്ള വേർപെട്ട് ജീവിക്കുന്ന വിശുദ്ധിയുള്ള നിത്യതയ്ക്ക് വേണ്ടി വിലകൽപ്പിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ഇടയിൽ ആത്മാവിന്റെ നിറവോടെ സ്വർഗം എഴുന്നേൽപ്പിക്കട്ടെ. ശബരവന രഗദൽ ഖമന അർത്ഥമാന ജഗന്ധരാധര അക്ഷരാധന റിബൽ ഖമന അടകരക അക്ഷരാദുരാധന. കാരണം നമ്മുടെ മാർഗം ഉടലെടുക്കപ്പെട്ടത് കേവലം പ്രസംഗം കൊണ്ട് മാത്രമല്ല. നമ്മുടെ സമൂഹം വേർപെട്ട് നിൽക്കുന്നത് വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ മാതൃക കൂടെയാ. അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് ചെറിയൊരു തടസ്സം അമ്മാവിയപ്പൻ പറഞ്ഞു. പക്ഷെ പറഞ്ഞ സമയത്തുണ്ടല്ലോ, പുള്ളി കൃപയിലാണെങ്കിലും നമ്മൾ ഈ കൃപയിലൊക്കെ ആണെങ്കിലും അന്യഭാഷ പറയുമെങ്കിലും പള്ളിയിൽ വന്ന് ഇച്ചിരി കൈയടിച്ച് ആത്മാവിലൊക്കെ ആരാധിക്കുമെങ്കിലും നമ്മെ സ്തോത്രം തിരുവനന്തപുരം ഭാഷയിൽ പറയാം, നമ്മെ ആരെങ്കിലുമൊക്കെ ഇച്ചിരി ചൊറിഞ്ഞാൽ സ്തോത്രം കുറച്ച് സമയമൊക്കെ രക്തം ചെയ്യും ഗ്ലോറിയൊക്കെ പറഞ്ഞാലും ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വഭാവം മാറും. അറിയാതെ അന്നേരം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്,
എൻ്റെ പഴയ സ്വഭാവമൊന്നും ഞാൻ കർത്തൃമേശയിൽ കിടക്കുന്നത് ശരി തന്നെ, സ്നാനപ്പെട്ടതൊക്കെ ശരി തന്നെ, വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്നത് ശരി തന്നെ, പ്രസംഗിക്കുന്നതൊക്കെ ശരി തന്നെ, പാസ്റ്റർ കൂടെ വിസിറ്റിങ്ങിനൊക്കെ വരുന്നത് ശരി തന്നെ, പാസ്റ്റങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഞാൻ അനുസരിക്കുന്നത് ശരി തന്നെ. പക്ഷെ ഇവരാരും കാണാത്തൊരു മുഖം, പക്ഷേ സ്തോത്രം, ആരും കാണാത്തൊരു മുഖം ഇവർക്കുണ്ട്. ഇവരാരും ഈ മുഖം കണ്ടിട്ടുമില്ല. പക്ഷെ അഗ്നിജോലയ്ക്കൊത്ത കണ്ണുള്ള ഒരുവൻ നിന്റെ മകളിലുണ്ടെന്ന് ഒരാമയം പറയാമോ? നിന്റെ പുറമെ ലോകം വിലയിരുത്തുന്നെങ്കിൽ നിന്റെ അകം വിവേചിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ നീ തിരിച്ചറിയണം. പറഞ്ഞതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ആരുടെ മുമ്പിൽ എന്തൊക്കെ പടം കാണിച്ചോടിയാലും അവൻ ദൈവത്തിന്റെ മുമ്പിലൊന്നും മറവല്ല. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചേ, സ്തോത്രം. പുള്ളി ഒരു തടസ്സം പറഞ്ഞപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു രോഷം ശിംശോന്റെ അകത്ത് വെളിപ്പെട്ടു. പുള്ളി പറയാ, ഇപ്പോൾ ഞാൻ ഫെലിസ്ത്യരോട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് അനീതിയല്ല, അത് ന്യായമാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് 1-2 കാര്യം ഒന്ന് തൊട്ടുവിട്ട് നമുക്ക് താഴോട്ട് വരാം. ഞാൻ ചോദിക്കുന്നതേ, വേറൊരുത്തിന് കൊടുത്തില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? സ്തോത്രം. വേറൊരാളിന് കൊടുത്തുപോയി. ഇനി അതിനെ തിരിച്ച് സ്വീകരിക്കുന്നത് നല്ലതാണോ? നിങ്ങളാരും പ്രതികരിക്കുന്നവരല്ല. സ്തോത്രം. നല്ലതാണോ? സ്വന്തം ഭാര്യയായിരുന്നു, ഇപ്പം അന്യൊരുത്തൻ്റെ ഭാര്യയായി. ഇനി മറ്റൊരുത്തൻ്റെ കൂടെ ജീവിച്ചവളെ പിടിച്ചുകൊണ്ട് വന്ന് ഇനി എത്ര ദൈവകൃപയുണ്ടെന്ന് പറഞ്ഞാലും തിരിച്ച് പിടിച്ചുകൊണ്ട് വന്ന് ജീവിക്കുക എന്ന് പറയുന്നത് അല്ലേ? എന്താ ശിംശോനെ, അങ്ങ് വിട്ടുകൊടുക്കടാ, പകരം കിട്ടുന്ന ഒന്നല്ലേ. ഇനി അമ്മാവിയപ്പം തന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞു, അവളെപ്പോലല്ല ഇളയാള്, അവളേക്കാൾ കുറച്ചുകൂടെ സുന്ദരിയാ. ആമേൻ. ഇന്നത്തെ പെന്തിക്കോസുകാരായ ചെറുപ്പക്കാരന്മാർ വല്ലതും ആയിരുന്നെങ്കിൽ രക്തം ജയം പറഞ്ഞ് സ്വീകരിച്ചേനെ. പക്ഷേ അന്ന് നല്ല ദൈവകൃപയിൽ പുള്ളി നിന്നുകൊണ്ട് പുള്ളി പറഞ്ഞു, എനിക്കത് വേണ്ട. എൻ്റെ ചിന്ത ഇങ്ങനെയാ, തൻ്റെ അവകാശത്തെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ശിംശോൻ തയ്യാറായില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മുടേതായ അവകാശങ്ങൾ മാത്രമായിരിക്കേണ്ട പലതും നാം പിശാചിന്റെ കയ്യിൽ വിട്ടുകൊടുത്തിട്ട് കൊല്ലം എത്രയായി. ഹലോ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ കൃപാവരങ്ങൾ, പഴയകാല ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ആദ്യകാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന് അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ മുഴങ്കാലും അടക്കിയിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനാനുഭവങ്ങൾ, അന്നത്തെ കാലത്തെടുത്ത തീരുമാനങ്ങൾ, ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കൊല്ലം എത്രയായി. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് നിന്റേതായി മാത്രം ഇരിക്കേണ്ട അവകാശങ്ങളെ നീ വിട്ടുകൊടുത്തെങ്കിൽ അതിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ പ്രാർത്ഥനാപൂർവ്വം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആത്മാവിൽ സ്തോത്രം പറയാം. Praise the Lord. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം. അതുവരെ ഉണ്ടാകാത്തൊരു രോഷം തനിക്കുണ്ടായി. ഞാൻ ചോദിക്കാൻ, പകരം വെക്കാൻ പറ്റുന്നൊരു സാധനമല്ലേ അല്ലേ? ഇവിടെ നിയമപരമായി ഡിവോഴ്സ് ആയാൽ അടുത്ത് വേറൊരാളുടെ കല്യാണം കഴിക്കാം. പിന്നെ എന്തിനാ നിനക്കിത് വിട്ടുകൊടുത്തൂടെ? ഇവിടെ പുറകെ പോകുന്ന എന്തിനാ? പിന്നെ എന്നെ ഒരു ചിന്ത കൂടെ ഭരിച്ചു, ഇവളോട് കരുണ കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്താ കാര്യം? ശിംശോന്റെ അപ്പനും അമ്മയും പറഞ്ഞു, അന്യദേശത്തിലൊരു സ്ത്രീയെ, അതും ബലിസ്ത്യരുടെ ഇടയിൽ നിന്ന് ഒരുത്തി കല്യാണം കഴിക്കുന്നത് പോലും നമുക്ക് ഉചിതമല്ല മക്കളെ എന്ന് പറഞ്ഞിട്ടും ഇല്ല, നിയോഗമെന്ന് പറഞ്ഞ് കെട്ടിയവനാ. സ്തോത്രം. അതിനെ കളഞ്ഞേച്ച് തിരിച്ചു പോകാനുള്ള കാരണം എന്താ അല്ലേ? 14-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യത്തിലൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ, സ്തോത്രം അല്ലേ,
ഭോക്താവിൽ നിന്ന് ഭോജനവും മണ്ണിൽ നിന്നും മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ ഈ കടം വീട്ടുവാൻ 3 ദിവസത്തോളം അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. അങ്ങനെ ഒരു ചോദ്യചിഹ്നം ഇട്ടിട്ട് അതിൻ്റെ മറുപടി പറയാൻ ജനത്തെ ഏൽപ്പിക്കുകയാണല്ലേ. സ്തോത്രം. അങ്ങനെ 7 ദിവസത്തോളം അടുത്താകുകയാണ്. ആമേൻ. ജനം ചെന്ന് ശിംശോന്റെ ഭാര്യയോ ചെന്ന് സ്വാധീനിക്കുന്നല്ലേ. സ്വാധീനിച്ചിട്ട് പറയുകയാണ്, നീ ഇതിന് മറുപടി പറഞ്ഞു തന്നില്ലെങ്കിൽ എങ്ങനെ മറുപടി പറയണം? നിന്റെ ഭർത്താവിനെ നീ വശീകരിച്ച് അവനെ വീഴ്ത്തേണ്ടതുപോലെ വീഴ്ത്തിയേച്ച് നീ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ആമേൻ, സ്വർഗവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ, കർത്താവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ. ആമേൻ. സ്തോത്രം. യോസേഫിനെ കുറിച്ച് പറയുന്നത് പോലെ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകാതിരിക്കാൻ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്തെന്ന് പറയുന്നത് പോലെ ആ സ്വർഗവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏതറ്റം വരെയും വിശ്വസ്തയോടുകൂടി നിൽക്കാൻ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഭാര്യ ഭർത്താവിനെ അല്ലേ, സ്തോത്രം, ഒരു വശീകരണം എല്ലാ ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ അടുത്ത് കാണും. ഒരു ഭർത്താവിന് ഒരു ഭാര്യയോട് എല്ലാ വശീകരണങ്ങളും കാണും. പക്ഷെ ചില സമയങ്ങളിൽ സഹോദരിമാർ അതുവരെ ഇല്ലാത്ത ചില സ്നേഹം, അച്ചായ എന്ന് വിളിക്കണം, അച്ചായ എന്ന് വിളിക്കും. സ്തോത്രം. ചില ഭാര്യമാര് ചില സഹോദരന്മാരും ആമേൻ, സ്തോത്രം, പേര് പറഞ്ഞോ അല്ലെങ്കിൽ ചെല്ലപ്പേരൊക്കെ ഇട്ട് വിളിക്കാറുണ്ട്. ആ വിളിക്ക് ഇച്ചിരി നീട്ടൽ കൂടുമ്പോൾ ഓർത്തോളണം, എവിടെയോ ഒരു ചതി വരുന്നുണ്ട്. സ്തോത്രം. ചിലർ വന്ന്, പാസ്റ്ററേ എന്നാണ്ട് പാസ്റ്റർ വിശേഷം എന്നൊക്കെ ചോദിച്ചോണ്ട്, പാസ്റ്ററേ എന്നാണ്ട് പാസ്റ്റർ വിശേഷം, സന്തോഷമായിരിക്കുന്നേ പാസ്റ്ററേ, ഇങ്ങനെ അഭിനയിച്ചു വരുന്നെങ്കിൽ ഓർത്തോളണം, നിനക്കുള്ള കുഴി വെട്ടിയേച്ച് വന്നിരിക്കുക. ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ അങ്ങനെ അല്ലെന്നേ, ഞാൻ കേരളക്കാരുടെ കാര്യം പറഞ്ഞതാ, നിങ്ങൾ അങ്ങനെയുള്ളവരല്ല. നല്ല രാമ്യം പറഞ്ഞേ. സ്തോത്രം. ആമേൻ. ഞാനും അസംബ്ലീസ് കോഡിൻ്റെ ആമേൻ 2003 മുതൽ ആമേൻ സഭാശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. കൃപയാൽ കഴിഞ്ഞ ആഴ്ചയിൽ കാട്ടാക്കട സെക്ഷൻ്റെ ഒരു 10-24 സഭകളുടെ ആമേൻ, സ്തോത്രം, ഒരു ചുമതലക്കാരനായി ഒരു പ്രസ്പിറ്റർ എന്ന സ്ഥാനം കൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ചു. ആമേൻ, സ്തോത്രം. ഈ കൊച്ച് ആമേൻ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നു, ആമേൻ, അഭിനയിക്കുന്നവരെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ വാക്കുകളിൽ കൂടുതൽ സ്നേഹം കാണിച്ചു വരുന്നെങ്കിൽ ഓർത്തോണം, അപകട സൂചനയാണ്. അത് തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് കഴിയണം. അതിന് വേണ്ടുന്ന വരം പ്രാർത്ഥനയല്ല, അതിന് വേണ്ടുന്ന വരം വിശ്വാസമല്ല, അതിന് വേണ്ടുന്ന വരം ഭൂതങ്ങളുടെ മേലുള്ള അധികാരമല്ല, അതിന് വേണ്ടുന്ന വരം ആത്മാക്കളുടെ മേലുള്ള വിവേചനമാണ്. അതുണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മുടെ സഭകളിൽ, പക്ഷെ ഇപ്പം ഇല്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ഇപ്പം വിവേചിക്കുന്ന എപ്പോഴെന്നറിയോ? ഒരുത്തൻ നമ്മളെ ചതിച്ചു കഴിയുമ്പോഴാണ്, അവൻ വെട്ടിയ കുഴിക്കകത്ത് നമ്മൾ വീഴുമ്പോഴാണ്, അവൻ നമ്മളെ മണ്ണിട്ട് മൂടുമ്പോഴാണ് പറയുന്നത്, ഇവൻ ഇത്രയും ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല പാസ്റ്ററേ എന്ന്. ഇത് വരാതിരിക്കാനാണ് പാസ്റ്റർമാർ ചങ്കുവെട്ടി പറയുന്നത്. നീ വല്ലപ്പോഴും വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വല്ല ദൈവകൃപയും പ്രാപിക്കാൻ. നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, ഒരല്പക്കൂടെ സ്നേഹം, ഒരല്പക്കൂടെ കരുതൽ, ഒരല്പക്കൂടെ വശീകരണം ഇതൊക്കെ കാണിച്ചു വന്നു. സ്തോത്രം. ആമേൻ. എന്നിട്ടും താൻ പറഞ്ഞു, എൻ്റെ അപ്പനോടോ അമ്മയോട് പോലും ഈ രഹസ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഇടി നിനക്ക് ഭർത്താവായത് ഇപ്പോഴല്ലേ, പക്ഷെ നിനക്ക് ഭർത്താവാകുന്നതിന് മുൻപ് ആമേൻ, സ്തോത്രം, ഞാനൊരു ആമേൻ 2 പേർക്ക് മകനായിരുന്നു. ആർക്ക്? എൻ്റെ അപ്പനും അമ്മയ്ക്ക്. എനിക്ക് ജന്മം തന്ന അവരെക്കാൾ വലുതല്ല നീ. അവരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ. പിന്നെ അങ്ങനെ നിന്നോട്. പക്ഷെ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ രംഗം മാറി. ഹലോ, അല്പം കൂടെ കഴിഞ്ഞപ്പം രംഗം മാറി. ചില സഹോദരന്മാരോട് സ്തോത്രം പറയും, ആമേൻ, ഇന്ന് ഇച്ചിരി താമസിച്ച് പോയാൽ പോരെ ബ്രദറെ, അല്പം കൂടെ കഴിഞ്ഞ് പോയാൽ പോരെ. പറ്റത്തില്ല, പക്ഷേ നേരത്തെ വീട്ടിൽ കയറണം
എന്താ കാര്യം എന്നറിയോ? ആമേൻ, വീട്ടുകാരോടുള്ള സ്നേഹമല്ല. സമയത്തിന് ചെന്നില്ലെങ്കിൽ പലതും അവിടെ സ്തോത്രം നടക്കും, അത് പേടിച്ചാ. ആമേൻ, ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇച്ചിരൂടെ കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ പറയാ, വല്ലാത്ത അസ്വസ്ഥത, വല്ലാതെ അവനെ അസഹ്യപ്പെടുത്തി. ആമേൻ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും മുന്നോട്ട് പോകുമ്പോഴും ഇടത്തോട്ട് വരുമ്പോഴും കിടക്കാനിരിക്കുമ്പോഴും ഉണ്ണാനിരിക്കുമ്പോഴും വെള്ളം കുടിക്കാൻ വരുമ്പോഴും എന്തിന് പുള്ളിയെ വന്നാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോണ്ട് ഞാൻ പറയും, അച്ഛാ എന്താ സ്തോത്രം, ആമേൻ, ആ കടത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു തരാമോ? എന്താ അതിൻ്റെ ആശയം, എന്താ അതിൻ്റെ ഉള്ളടക്കം, എന്താ അതിൻ്റെ ആഴം, എന്താ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? ഇത് കേട്ട് 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 സഹികെട്ട് വന്നപ്പോൾ ഈ സ്തോത്രം, ആമേൻ, വചനം വായിക്കുന്നത് പോലെ സഹിച്ചാൽ കൂടെ പറഞ്ഞില്ല. പണ്ട് ആണുങ്ങളെ സഹിക്കലായിരുന്നു, ഇപ്പോൾ സഹോദരിമാരെ സഹിച്ചാലേ വാഴാൻ പറ്റൂ. ചിരിച്ചോണ്ടല്ലേ പറഞ്ഞേ? ചിരി വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കൊണ്ടെന്നാണ്. നല്ല രാമ്യം പറഞ്ഞേ. ആമേൻ. സഹിച്ചാൽ കൂടെ വാഴാം. സ്തോത്രം. അങ്ങനെ ഒരു ചിന്ത വല്ലതും പുള്ളിക്ക് വന്നു കാണണം. അത് അകത്തേക്ക് വന്നപ്പോൾ പുള്ളി ചിന്തിച്ചു, ഇതാകപ്പാടെ ബുദ്ധിമുട്ടാണ്, ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, സമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ഈ ശല്യം ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതി ആ മർമ്മം അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ ഇങ്ങനൊരു ദൂത് കൈമാറാം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ശല്യം ഒഴിച്ചു വിടാനാണെങ്കിലും, എത്ര നീ ഒഴിവാക്കി വിടാനാണെങ്കിലും, നീ സൂക്ഷിക്കേണ്ട ഹൃദയ രഹസ്യത്തെ ആമേൻ തല പോയാലും ആമേൻ നീ വിട്ടുകൊടുക്കരുത്. ജീവിതത്തിന്റെ അന്ത്യം വരെ നീ പ്രാപിച്ച ദൈവകൃപ, നീ പ്രാപിച്ച വിശ്വാസം, നീ പ്രാപിച്ച വിശുദ്ധി, നീ പ്രാപിച്ച ആത്മാവിന്റെ നിറവ് നഷ്ടപ്പെടുത്തി കളയാതെ, അത് ഭാര്യയോടാണെങ്കിലും, അത് ഭർത്താവിന് വേണ്ടിയാണെങ്കിലും, അത് അപ്പന് വേണ്ടിയാണെങ്കിലും, അത് അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലും, അത് സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും, അത് സമൂഹത്തിന് വേണ്ടിയാണെങ്കിലും, അത് സഭയ്ക്ക് വേണ്ടിയാണെങ്കിലും വിട്ടുകൊടുക്കാതെ അതിനെ സൂക്ഷിക്കാൻ. ആ കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ ആത്മാവിൽ നിന്ന് പ്രതികരിച്ചാട്ട് ഇന്ന് പകൽക്കാലം പ്രാപിച്ച ദൈവശക്തിയെ, പ്രാപിച്ച വെളിപ്പാടുകളെ വിട്ടുകൊടുക്കാത്തൊരു ജനക്കൂട്ടം ഇതിനകത്ത് ഉടലെടുക്കാൻ. Ribana Reksha Regada Adaga Regada Thigana Ribana Reksha Shamana Regadal Paudamana Arthuna Regadal Reksha Regada യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലതിനെ കാത്തു സൂക്ഷിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, സഭയാകട്ടെ, സമൂഹമാകട്ടെ, നമുക്ക് വേണ്ടപ്പെട്ടവർ ആരും ആയിക്കൊള്ളട്ടെ. സ്തോത്രം. ദൈവം നിന്നെ ഏൽപ്പിച്ചതിനെ ആമേൻ മറ്റൊരുത്തിന് കൈമാറാൻ പാടില്ലാത്തതാണെങ്കിൽ അത് കൈമാറരുത്. അത് നിന്നെ ആത്മീകത്തിൽ നിന്ന് തകർത്ത് കളയും, ശുശ്രൂഷയിൽ നിന്ന് തകർത്ത് കളയും, ദൈവകൃപയിൽ നിന്ന് നിങ്ങളെ അന്യപ്പെടുത്തി കളയും. ആമേൻ. ആത്മാവിൽ നിങ്ങളെ വ്യതിചലിപ്പിച്ചു കളയും. അതുകൊണ്ട് ഇത് അന്ത്യകാലമാകയാൽ വിവേചിച്ച് മുന്നോട്ടു പോകാൻ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മുടെ അപ്പനോട് നമുക്ക് യാചിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അങ്ങനെ ഒരു രോഷം. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ്റെ സകല രഹസ്യങ്ങളെയും എടുത്ത് സ്വന്തം ഭർത്താവിനെ ചതിച്ചവളെ സ്വീകരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെയൊന്നും അത്ര മെനക്കെടേണ്ട കാര്യമില്ല. എങ്കിലും ചില നാൾ കഴിഞ്ഞപ്പോൾ അവളെ കാണണമെന്ന് തോന്നി. ആ തോന്നൽ ഉണ്ടാകാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ അകത്തൊരു ദൈവാത്മാവുള്ളത് കൊണ്ടാണ്. സ്തോത്രം പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞില്ല.
കർത്തൃമേശ എത്ര എണ്ണം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരേ സഭയിലിരുന്ന് അടുത്തടുത്തിരുന്ന് ആരാധിച്ചിട്ടും മുഖത്തോട് മുഖം നോക്കാത്ത എത്ര പേരുണ്ടല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. എത്ര പാദ ശുശ്രൂഷ ഉണ്ടെങ്കിൽ ചെയ്തിട്ടും ഇപ്പോഴും ആളുമായി നിരക്കാത്ത എത്രയോ പേർ ഒരുപക്ഷെ നമ്മുടെ സഭകൾക്കകത്തുണ്ടല്ലേ? ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാൽ വിളിച്ചു പറയുന്നു, ആത്മാവുള്ളവന്റെ ഹൃദയത്തിന് ബൈബിൾ പറയുന്നൊരു പേരുണ്ട്, അവൻ മാംസമുള്ള ഹൃദയം. അങ്ങനെ മാംസമുള്ള ഹൃദയമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇല്ലാത്തവരുണ്ട്. എന്താ മാംസമുള്ള ഹൃദയത്തിൻ്റെ പ്രത്യേകത? സ്തോത്രം. നമ്മളൊരാളെ കുറിച്ചൊരു കുറ്റം പറഞ്ഞ് നിരിക്കട്ടെ, പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോയാലും പിന്നത്തേതിൽ വേണ്ടായിരുന്നു. അവൻ എൻ്റെ പള്ളിയിൽ ആരാധിക്കുന്നവനാ, എന്നോടൊപ്പം കർത്തൃമേശ എടുക്കുന്നവനാ, എൻ്റെ സഹശുശ്രൂഷകനാ, വേണ്ടായിരുന്നു എന്ന് തോന്നിയാൽ മാത്രം പോരാ, അവനെ കണ്ടിട്ട് പറയണം, എടാ ഇന്ന ആളോട് ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞുപോയി, എനിക്ക് പറ്റിയൊരു പാളിച്ചയാ, നീ വല്ലതും പിന്നത്തേതിൽ അറിഞ്ഞാൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം, എനിക്ക് പറ്റിപ്പോയി. ആമേൻ, സ്തോത്രം. ആമേൻ. ഞാൻ ഈ അങ്കിളിനെ കുറിച്ചൊരു കുറ്റം ഈ പാസ്റ്ററോട് പറഞ്ഞു നിരിക്കട്ടെ. ആമേൻ. വന്ന പാസ്റ്റർ ഇന്നത് അയാളെക്കുറിച്ച് പറഞ്ഞത് എന്ന് പാസ്റ്റർ ഇദ്ദേഹത്തോട് പറയുന്നതിന് മുന്നമേ ഞാൻ ചെന്ന് അദ്ദേഹത്തോടൊരു ക്ഷമ പറയുന്നെങ്കിൽ അതിൻ്റെ പേരല്ലേ ദൈവകൃപ, അതിൻ്റെ പേരല്ലേ ദൈവസ്നേഹം, അതല്ലേ ശരിക്കുള്ള കുറ്റബോധം, അതല്ലേ ശരിക്കുള്ള ആത്മാവിൻ്റെ നടത്തിപ്പ്, അതല്ലേ മാംസമുള്ള ഹൃദയത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു നല്ല മാംസമുള്ള ദൈവകൃപയുള്ള ആത്മാവിൽ കുത്തലുള്ള ഒരു നല്ല ഹൃദയം. ഓ റബബബബബബബ ശിഖനരദരവന അർത്ഥമന റബരബ ശംധരദര അർത്ഥൽ പ്രൗഢമന ഹടകര അക്ഷരാതുര അംദൽ ഖമന ഘടകരഗസ്യ. ഇന്ന് പകലൊരു നല്ല ഹൃദയത്തിന്റെ ഉടമസ്ഥരായി ജീസസ്. സ്തോത്രം. അതുകൊണ്ട് പുള്ളിക്ക് ഉപേക്ഷിക്കാം, പക്ഷെ പുള്ളിക്ക് ആമേ തൻ്റെ അവകാശത്തെ വിട്ടുകൊടുക്കാൻ പുള്ളി തയ്യാറല്ല. തനിക്ക് തൻ്റെ അവകാശം തിരിച്ചു പിടിക്കണം. പക്ഷേ ഇവിടെ വന്നപ്പോൾ തിരിച്ചു പിടിക്കാൻ വന്നപ്പോൾ എല്ലാം കൈവിട്ടുപോയി. എന്നിട്ടും പുള്ളിക്ക് പ്രതികരിക്കണമെന്നുള്ള മനോഭാവ. വിട്ടുകളയരുത്. തൻ്റെ അവകാശത്തെ തിരിച്ചു പിടിക്കാൻ താൻ പറയുക, സ്തോത്രം, ഇപ്പോൾ ഞാൻ ഫെലിസ്ത്യരോട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് അനീതിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൾ ചേർത്ത് കെട്ടി 150 പന്തം അതിൻ്റെ നടുവിൽ വെച്ച് കൊളുത്തി ഫെലിസ്ത്യൻ്റെ വിളവിലേക്ക് വിട്ടു. എങ്ങോട്ട് വിട്ടു? ഫെലിസ്ത്യൻ്റെ വിളവിലേക്ക് വിട്ടു. എൻ്റെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, സ്തോത്രം, പകരം വയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പകരത്തിന് പകരമെടുക്കാൻ പറ്റുന്ന ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു അഭിഷേകമുള്ള ശിംശോൻ ഇത്രയധികം പ്രതികരിച്ചെങ്കിൽ പകരത്തിന് പകരം വെക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പകരത്തിന് പകരമെടുക്കാൻ കഴിയാത്ത നമ്മിൽ നിന്ന് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയ്ക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, നഷ്ടപ്പെട്ടു പോയ വെളിപ്പാടിന് വേണ്ടി അതിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ആത്മാവിൽ പ്രതികാരമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ഇല്ല എന്നാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ആത്മാവിന്റെ ശക്തിയോട് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ തിരിച്ചു പിടിക്കാൻ ദൈവസഭ എഴുന്നേൽക്കണം. പോരാ പോരാ പോരാ. ആത്മാവിൽ 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 ഉടവരവ ശംദലരഗദല അർത്ഥലരഗദല ഭൗഷമന ഉടമ രക്ഷാ രഗദാധികന റിബലവരവല ശംദലരഗദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സാത്താന്റെ തന്ത്രം പറഞ്ഞേ നിങ്ങൾ സാത്താന്റെ തന്ത്രം അറിയാത്തവരല്ലോ, അറിയാം. പക്ഷെ അടുത്ത് നമുക്ക് ഇല്ലാത്തൊരു കാര്യം അവിടെ പറയുന്നു. എന്തുവാ? അവയോട് നിങ്ങൾ കേട്ടില്ല, അവയോട് നിങ്ങൾ എതിർത്തു നിൽപ്പീൻ.
സ്തോത്രം. ഒരു ഭാര്യയ്ക്ക് പകരം വേറൊന്നിനെ നമുക്ക് കെട്ടാൻ പറ്റും. അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കവേ ഒരുവൻ നഷ്ടപ്പെട്ടതിന് വേണ്ടി ഇത്രയധികം പ്രതിരോധിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, പകരം വെക്കാൻ പറ്റാതെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ദൈവകൃപയെ ഒന്ന് തിരിച്ചു പിടിക്കാൻ, അതിനെ നഷ്ടപ്പെടുത്തി കളയാൻ വഴിവെട്ടിയ പിശാചിനെതിരെ ആത്മാവിലൊന്ന് പോരാടാൻ, അവയെ തിരിച്ചറിഞ്ഞൊന്ന് എതിർത്ത് നിൽക്കാൻ, അവയെ ഒന്ന് പിടിച്ചു കെട്ടാൻ ആത്മശക്തിയുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞ് പ്രതികരിക്ക്. അല്ലാത്ത പക്ഷം ആത്മാവിന്റെ നിയോഗമുള്ള ചിലതിനെ ആത്മാവിന്റെ നിറവോടെ സ്വർഗം എഴുന്നേൽപ്പിക്കട്ടെ. കൃപ 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 കൃപ. ഓ റിബലവരവ ശംധലരഗദല ഹസ്തനരഗദല റിഗം ചരാധുന റബംധന ഹസ്തന പ്രൗഢമന ഹടകരഗദ അർത്ഥൽ ഖമനഗടകരഗസി അന്തരാധന അക്ഷരാധന. ചിലതിൻ്റെ പ്രാർത്ഥനയെ ബന്ധിച്ചു കളഞ്ഞ, ആരാധനയെ ബന്ധിച്ചു കളഞ്ഞ, പഴയതുപോലെ ആരാധിക്കാൻ കഴിയാതെ, പഴയതുപോലെ ഉപവസിക്കാൻ കഴിയാതെ, പണ്ടത്തെ പോലെ ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ചിലതിനെ ആത്മീകമായി ബന്ധിച്ചു കളഞ്ഞ ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ ഇതിനകത്ത് അഴിയപ്പെടുകയാ. ചിലരുടെ പ്രാർത്ഥന തിരിച്ചുപിടിക്കുന്ന, ആരാധന തിരിച്ചുപിടിക്കുന്ന, അഭിഷേകത്തെ തിരിച്ചുപിടിക്കുന്ന, നഷ്ടപ്പെട്ട കൃപയും കൃപാവരങ്ങളെയും തിരിച്ചുപിടിക്കുന്ന ആത്മനിറവിന്റെ പകലത്രേ. റിബലവരബല ശംദലരഗദല അർത്തുനരഗദല വൗഷാരഗദ അടഗാരഗദ ധിഗനാരഗദ അക്ഷാരഗദ ധിഗനേരഗദേ അർത്തുനരഗദല വൗഷലരംധനരഗദല അസ്തുനരഗദൽ പ്രൗഢാരഗദ ശമനാരഗദ ധിഗന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ ജീവിതങ്ങൾക്കകത്ത് ഇന്ന് രാവിലെ ചില വിടുതലുകൾ സംഭവിക്കുകയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളൊന്നും അടച്ചേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാ. റബലബ ശംദരാധന അസ്തൽ പ്രൗഢമനം. പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നോണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ചിലർക്ക് മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, ഞാൻ ആത്മാവിൽ എഴുന്നേൽക്കേണ്ട ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ എത്ര നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി, ഒരു കൃപാവരത്തിന് വേണ്ടി. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നല്ല ആരാധന നടക്കുമ്പോൾ പിടിവിട്ട് ആരാധിക്കണമെന്ന് അകത്തുണ്ട്, പക്ഷെ എന്തോ അത് അനുവദിക്കുന്നില്ല. മുന്നേറാൻ അകത്ത് ആഗ്രഹമുണ്ടായിട്ടും ദൈവകൃപയിൽ മുന്നേറാൻ പറ്റാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ബൈബിൾ തുറന്ന് വായിക്കാൻ പോലും കഴിയാതെ വന്ന് ചില വ്യക്തി ജീവിതങ്ങളെ പിശാച് ബന്ധിച്ചു വച്ചിരിക്കുന്നതായി ദൈവാത്മാവിനോട് ദൂത് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാവിലെ ആ പ്രിയപ്പെട്ടവർ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓ ചിലതിൻ്റെ മേൽ പിശാച് ഒതുക്കി കെട്ടിയ, പിശാച് ബന്ധിച്ചു കളഞ്ഞ, ചിലതിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒതുക്കിയ ആ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ, ആ പൈശാചിക കുടിയിരിപ്പുകളെ, ആ ദേശത്തിന്റെ അധിപതിയെ, ഓ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ചില ശരീരങ്ങളിൽ നിന്ന്, ആത്മമണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് പകൽ അത് അഴിഞ്ഞു മാറാൻ, അതഴിയട്ടെ, 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 അതഴിയട്ടെ. വിട്ടുകൊടുത്ത് ആരാധിച്ചാട്ട്, വിട്ടുകൊടുത്ത് ആരാധിച്ചാട്ട്, ആത്മാവിന്റെ നിറവോടെ ആരാധിച്ചാട്ട്, അഭിഷേകത്തോടെ യെസ് യെസ് യെസ്. ഒരു നിയോഗത്തോടെ, ഒരു നിയോഗത്തോടെ, ഒരു നിയോഗത്തോടെ, ഒരു നിയോഗത്തോടെ യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച, ഒരു വെളിപ്പാടിന്റെ കൈമാറ്റം, ഒരു ആത്മമണ്ഡലം ഇന്ന് രാവിലെ ഇതിനകത്ത് തുറക്കപ്പെട്ടിരിക്കുകയോ. അത് പ്രാപിച്ചാട്ട്, അത് പ്രാപിച്ചാട്ട്,
അത് പ്രാപിച്ചോട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ജനത്തിന്റെ ഒരധികാരത്തിന്റെ കൈമാറ്റം, അഭിഷേകത്തിന്റെ കൈമാറ്റം, ആത്മശക്തിയുടെ ഒരു കൈമാറ്റം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപ. Oh Jesus. Hallelujah. 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 സ്തോത്രം. ശ്രദ്ധിച്ചേ, അവൻ പ്രതികാരത്തിൻ്റെ മനുഷ്യനായി മാറി. എന്തിന്? തൻ്റെ അവകാശത്തെ നഷ്ടപ്പെട്ടു പോയത് നിമിത്തം. തൻ്റെതായി തനിക്കായി മാത്രം നിലനിൽക്കേണ്ട അവകാശം തൻ്റെ കൈവിട്ടുപോയത് നിമിത്തം താനൊരു രോഷാകുലനായി മാറ്റപ്പെട്ടു. ആമേൻ, സ്തോത്രം. ഇതൊരു ഭൗതിക വിഷയത്തിനാണെങ്കിൽ ഒരു ആത്മീക വിഷയത്തിന് വേണ്ടി നമ്മൾ എത്രയധികം നമ്മൾ ഉണരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മിൽ നഷ്ടപ്പെട്ടു പോയ ആ പഴയ ആത്മീക ഒഴുക്കുണ്ടല്ലോ, ആമേൻ, നമ്മിൽ നഷ്ടപ്പെട്ടു പോയ ആ പഴയ പ്രാർത്ഥനാ ജീവിതമുണ്ടല്ലോ, അതിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ, അതിനെ നഷ്ടപ്പെടുത്തിയ രോഗത്തിനെതിരെ, അതിനെ നഷ്ടപ്പെടുത്തിയ ചില ബലഹീനതകൾക്കെതിരെ, അതിനെ നഷ്ടപ്പെടുത്തിയ ചില പൈശാചിക ശക്തികൾക്കെതിരെ, അതിനെ നഷ്ടപ്പെടുത്തിയ ചില പൈശാചിക ആധിപത്യങ്ങൾക്കെതിരെ യേശുവേ, താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടി പോരാടാതെ നിത്യമായ നന്മകൾക്ക് വേണ്ടി പോരാടുവാൻ ശംദരാധ രക്ഷസിയാദനരഗദൽ പ്രൗഢമനരഗദന. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് ആമേൻ പറയും? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബലിസ്ത്യന്റെ വിളവിലേക്ക് 150 പന്തം കൊളുത്തി വിട്ടു. ബലിസ്ത്യന്റെ വിളവുകളിലേക്ക് കയറിപ്പോയ കുറുക്കന്മാർ ഇതിനെ മുഴുവൻ നശിപ്പിച്ചു. എൻ്റെ ഒറ്റ ചോദ്യം, അങ്ങോട്ട് ചൊറിഞ്ഞാൽ ഇങ്ങോട്ട് ചൊറിയാത്ത ആരാ ഉള്ളത്? ഉണ്ടോ? ഈ പിശാച് നമ്മളോട് പോരാടുന്നതെന്നുണ്ടോ? ഇവിടെ ഉപവാസവും പ്രാർത്ഥനയും നടക്കുകയല്ലേ. ഈ കയ്യടിയും അന്യഭാഷയൊക്കെ എത്തുന്ന എവിടെ? സ്വർഗത്തിലാണ്. ഇത് സ്വീകരിക്കുന്ന ആരാ? ദൈവമല്ലേ, അല്ലേ? പക്ഷേ ഈ കയ്യടിക്കും അന്യഭാഷയ്ക്കകത്തും ഈ പ്രാർത്ഥനയ്ക്കും ഈ വചന ശുശ്രൂഷയുടെ ഒക്കെ നടുവിൽ ഒരു ദൈവശക്തി പുറപ്പെടുന്നുണ്ടല്ലേ, ഇല്ലേ? അതല്ലേ മറ്റ് സഭകളിൽ നിന്ന് നമ്മുടെ സഭയെ വ്യത്യസ്തരാക്കി നിർത്തുന്നേ, അല്ലേ? ഇത് ചെന്ന് കൊള്ളുന്ന എവിടാ? ഇത് ചെന്ന് കൊള്ളുന്ന എവിടാ? ശത്രുവിൻ്റെ നെഞ്ചത്തല്ലേ. അവൻ അടങ്ങിയിരിക്കുമോ? അതുകൊണ്ട് ഈ ആരാധന നിർത്താൻ പറ്റുമോ? അതുകൊണ്ട് ഈ പ്രാർത്ഥന നിർത്താൻ പറ്റുമോ? അതുകൊണ്ട് ഈ കയ്യടി നിർത്താൻ പറ്റുമോ? അതുകൊണ്ട് അഭിഷേകത നഷ്ടപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ട് ശുശ്രൂഷ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അപ്പോസ്തലന്മാരെന്താ ചെയ്തത്? പ്രതികൂലം വർദ്ധിക്കുന്തോറും പ്രാർത്ഥനയുടെ സമയം കൂട്ടി, ആരാധനയുടെ ലെവല് മാറ്റി, അന്യഭാഷയുടെ ലെവല് മാറ്റി. ഈ ദിവസങ്ങളിൽ പ്രതികൂലമുണ്ടെന്ന് പറഞ്ഞ് പൊതച്ചു കിടന്ന് ഉറങ്ങുകയല്ല, പ്രതികൂലത്തിന്റെ നടുവിൽ എഴുന്നേൽക്കാൻ
ഓ റിബലബരബ ശംദരാദര. പ്രതികൂലത്തിന്റെ നടുവിലും ആരാധിക്കുന്ന, പ്രതികൂലത്തിന്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന, പ്രതികൂലത്തിന്റെ നടുവിലും അഭിഷേകത്തിന് വേണ്ടി വിലവെടുക്കുന്ന നല്ലൊരു കൂട്ടം ഇതിനകത്ത് സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാകട്ടെ. അർത്ഥമാന ജഗക്ഷരാതുരംധരക്ഷരാധര. പരിശുദ്ധാത്മാവേ, ഇതിനകത്ത് ചില വിടുതലുകൾ, ഇതിനകത്ത് ചില ദൈവപ്രവർത്തികൾ. Yes, Lord. Hallelujah. യോസഫ് ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ ചില സഹോദരന്മാർ പറഞ്ഞു, നമുക്കവനെ കൊന്നുകളയാം, നമുക്കവനെ കൊന്നുകളയാം. എന്നാൽ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, അവൻ നമ്മുടെ സഹോദരനാ, അങ്ങനെ ചെയ്യരുത്. ചില വ്യക്തികളെ ഫോക്കസ് ചെയ്ത് ചില ജീവിതങ്ങളെ തകർത്ത് കളയാൻ ഇതിനകത്തിരിക്കുന്ന ചില മാതാപിതാക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളിൽ ചിലരുടെ തലമുറകളെ ലക്ഷ്യമിട്ട് ചിലതിൻ്റെ ജീവന വരെ അപകരിച്ചു കളയുന്ന തരത്തിൽ ചിലതിനെ വേട്ടയാടുന്ന ചില പൈശാചിക ശക്തിയുടെ ആധിപത്യങ്ങളെ ഉറവന ശംധരാധന ചില വ്യക്തികളുടെ ഉള്ളിൽ കയറിയിട്ട് ചില വൈരാഗ്യത്തിൻ്റെ വിത്തിനെ വിതപ്പിച്ച് ആമേൻ ആമേൻ ചില തലമുറകളെ ഒതുക്കിക്കളയാൻ പദ്ധതിയിടുന്ന ചില ശത്രുവിൻ്റെ ആധിപത്യങ്ങളെ, ചില പാരമ്പര്യത്തിന്റെ ആധിപത്യങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് അഴിയാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാ, കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാ, കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാ, കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാ. ആമേൻ. തലമുറകളായിരിക്കുന്ന മണ്ഡലങ്ങൾ, തലമുറകളായിരിക്കുന്ന സ്ഥാനങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക കരുതല്, ഒരു സുരക്ഷിതത്വം. റിബലബരബല ശംദരാബര അർത്ഥൽ പ്രൗഢമന ഘടകരക്ഷരാധര. ചില കൊച്ചുമക്കളെ, ചില ആമേൻ സ്തോത്രം ആമേൻ മക്കളെ, ആമേൻ സാമേൻ ചില തലമുറകളെ ആമേൻ ദൈവകൃപയിലേക്ക് തിരിച്ചു പിടിക്കാൻ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. അവരെ പുറമേ കണ്ടാൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ആമേൻ സ്തോത്രം. അടുത്തിരുന്ന് ആരാധിക്കുന്നവർക്ക് നിന്റെ തലമുറയെ വിവേചിക്കാൻ പറ്റുന്നില്ല. അവര് നോക്കുമ്പോൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു പ്രശ്നങ്ങളില്ല. പക്ഷെ ചില അമ്മമാരെ, നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ വീടിനകത്ത് എല്ലാവരും ഉറങ്ങുമ്പോഴും മുഴങ്കാലും അടക്കി തലമുറയെ ശത്രു തകർത്ത് കളയരുത് എന്ന് കരയുന്ന ചില എണ്ണപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അവരോട് വിളിച്ചു പറയുന്നു, ദൈവനെ മടക്കി വരുത്താൻ മതിയോ? Come on, come on, come on. ആത്മാവിൽ ആത്മാവിൽ ആരാധിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ തലമുറകളെ വഴിതെറ്റിക്കുന്ന, പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, അടിപിടി അക്രമ കേസുകളിൽ ഉൾപ്പെടുത്താൻ നിൽക്കുന്ന ചില പൈശാചിക സ്വാധീനങ്ങൾ ഇന്ന് രാവിലെ അഴിയട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തലമുറകളുടെ മേൽ ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ സ്വർഗം കൽപ്പിക്കുന്നുണ്ട്.
ആമേൻ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന ചില കെണികളിൽ നിന്ന്, ശത്രു ആമേൻ വിരിച്ചിരിക്കുന്ന ചില വലയ്ക്കകത്ത് അകപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറയുടെ കാല് ആ വലയ്ക്കകത്ത് അകപ്പെട്ടു പോകാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവകൃപ, അവരെ വിടുവിക്കുന്ന ഒരു ദൈവകൃപ, അവരെ കരുതുന്ന ഒരു ദൈവകൃപ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ശബരബനരഗദല ഹംദൽ ഖമന ഓറിബനരഗദല രക്ഷാരഗദന ഹസ്തൽ പ്രൗഢമനരഗദൽ ഖമന ഭൗഷ്യമനരഗദന ഹംധനരഗദല ദിഗനരക്ഷാരഗദല ഘടകാരഗദല അക്ഷരാധുനാമനാരകം ധരാധന അർത്ഥൽ പ്രൗഢമന ഹടകരഗസി അക്ഷരാധുനാമനാരഗസ്യ അർത്ഥനേ വൈഡമേ ഋഗക്ഷര അർത്ഥൽ പ്രൗഢമന ഹടകരഗസ്യ. ആമേ പേരെഴുതി വെച്ച് ചിലതിനെ തകർത്ത് കളയാൻ നേർച്ച കാഴ്ചകളാൽ കുടുക്കിക്കളയുന്ന ചില പൈശാചിക മണ്ഡലങ്ങള് ഇന്ന് പകൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ വെട്ടുക. കൃപ 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 ഓ റിബലബരബ ശംധരബരബ. വിടുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. ആമേ ചില അത്ഭുതങ്ങൾ ഇതിനകത്ത് നടക്കുകയാ. ചില പൈശാചിക സ്വാധീനങ്ങൾ ആമേ ചില തലമുറകളിൽ നിന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് അഴിച്ചു മാറ്റുമെന്ന്. ആമേൻ. യെസ്, ദൈവാത്മാവിൽ ഒരു ദൂത് കൂടെ ഞാൻ കൈമാറാം. ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ചില തലമുറകൾ ഈ പുൽപ്പുറ്റിൽ വചനവുമായി നിൽക്കുന്നത് ആത്മാവിൽ കാണാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഒരു സാധ്യതയില്ല. അവരെക്കുറിച്ച് ഒരു 5 മിനിറ്റ് ഒരു സങ്കീർത്തന പ്രബോധനത്തിന് പോലും നമ്മളവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ചിലതിനെ ആത്മാവ് അഭിഷേകത്തോടെ, അധികാരത്തോടെ, ആത്മശക്തിയോടെ അങ്ങനെ ചിലതിനെ വെളിപ്പാടോടുകൂടെ ദൈവം ഉപയോഗിക്കുന്നത് കാണാൻ. Come on, come on, come on, come on, come on, come on, come on. Oh, ribalabara shamdala arthana dana mana shamana ragam chera arthal praudamana gadagaragasi. കർത്താവേ, കുടുംബങ്ങൾക്കകത്ത് ആത്മശക്തിയുടെ ഒരു വ്യാപാരം. ഹല്ലേലൂയ. മടങ്ങി വരാം വചനത്തിലേക്ക്. ശ്രദ്ധിച്ചേ. അങ്ങനെ അങ്ങോട്ട് 300 കുറുക്കന്മാരെ കയറ്റിവിട്ടു. അത് ഫെലിസ്ത്യൻ്റെ വിളവുകളെ മുഴുവൻ നശിപ്പിച്ചു. നമ്മുടെ സഭയ്ക്കകത്ത് കയറി ആരെങ്കിലും ഒന്ന് നാശം വിതച്ചാൽ നമ്മൾ കായികമായി നേരിട്ടില്ലെങ്കിലും പ്രാർത്ഥനയിൽ പോരാടും. അതാണ് നമ്മുടെ പ്രതികാരം, അല്ലേ? പ്രതികരണം. അങ്ങനെ നമ്മൾ അതിനെ പ്രാർത്ഥിച്ച് ജയമെടുക്കും. ശത്രു മറ്റൊരു വിധത്തിൽ അവർ തിരിച്ച് നേരെ കായികമായി തന്നെ നേരിടും. ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയും കയ്യടിയും ആരാധനയും ഈ ഉപവാസമൊന്നും വൃഥാവല്ല. ഇതിൻ്റെ പരിണിതഫലം ചെല്ലേണ്ടടുത്ത് ചെല്ലുന്നുണ്ട്.
ചലിപ്പിക്കേണ്ടടുത്ത് അതിന് ചലനം ഉണ്ടാക്കുന്നുണ്ട്, ഇളകാത്തതിനെ ഇളക്കുന്നുണ്ട്. അതിൻ്റെ ചില അറ്റാക്ക ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങൾ ഈ ദിവസങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, അതിനെ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ കൈകാര്യം ചെയ്ത് ഒതുക്കിത്തരും കേട്ടോ. അങ്ങനെ പറയാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു. ചില കുടുംബങ്ങളുടെ വിഷയങ്ങളെ ആമേൻ ഇളകി മറിഞ്ഞു നിൽക്കുന്ന ആമേൻ ചില പൈശാചിക സ്വാധീനങ്ങൾ നിമിത്തം ചില കുടുംബങ്ങൾക്കകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അസ്വാരസ്യങ്ങളെ, ചില അസമാധാനത്തിൻ്റെ ആമേൻ ചില പൈശാചിക ആമേൻ പ്രവർത്തികളെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്ത് ഒതുക്കുന്ന ദിവസങ്ങൾ. ഓ റിമന രഗജ ശമന രഗജ ധിഗന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ചില ഭവനങ്ങൾക്കകത്ത് ശക്തമായ വിടുതലുകൾ സ്വർഗം കൽപ്പിക്കുന്നുണ്ട്. തീറങ്ങട്ടെ, 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 തീറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീറങ്ങട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ തീറങ്ങട്ടെ. കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ തീറങ്ങട്ടെ. കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിച്ചെല്ലട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങിച്ചെല്ലട്ടെ. അർത്ഥനം ധീരക്കെട്ടി വൈഡമാന ഹസ്തൽ പ്രൗഢമന. ശ്രദ്ധിച്ചേ, വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോയാലും ചിലർക്ക് ഒരു പ്രശ്നം കാണത്തില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ പോയി സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പം ചിലപ്പോൾ തലവേദന, ചിലപ്പോൾ ഇച്ചിരി സംസാര വിഷയങ്ങൾ, അത് മക്കളോടാകാം, ഭാര്യയോടാകാം, ഭർത്താവിനോടാകാം, വല്ലാത്ത അസ്വസ്ഥതകൾ. പള്ളിയിൽ വന്നാൽ നന്നായിട്ട് ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ആരാധിക്കാൻ പറ്റും. മറ്റ് കൂട്ടായ്മകളിൽ പോയാൽ ചിലർക്ക് നന്നായിട്ട് പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പറ്റും. പക്ഷെ സ്വന്തം വീട്ടിൽ എത്ര ശ്രമിച്ചാലും ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ മുഴങ്കാലും അടക്കിയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചിലർ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ദൈവസഭയിൽ ആരാധനയ്ക്ക് വരുന്നവരിൽ ചില കുടുംബങ്ങൾ അങ്ങനുണ്ട്. ഇന്ന് പകലിൽ കുടുംബങ്ങൾക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ജയമെടുക്കാനും കഴിയാതെ കുടുംബങ്ങൾക്കകത്ത് ആത്മീക അന്തരീക്ഷം വെളിപ്പെടാതെ വണ്ണം കുടുംബങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ, ചില പൈശാചിക മണ്ഡലങ്ങൾ, ചില ദേശാധിപതിയുടെ പേരുകൾ ഞാൻ വിളിച്ചു പറയുന്നില്ല. അങ്ങനെ ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. ആമേൻ. അത്തരത്തിലുള്ള ചില പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് നിന്ന് ആ ഭൂമി വിട്ട് പാർക്കുന്ന ഭവനം വിട്ട് Come on. യേശുവിൻ്റെ നാമത്തിൽ, 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 യേശുവിൻ്റെ നാമത്തിൽ ചിലതിൻ്റെ ഭാവിയെ പോലും ബന്ധിച്ചു വച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ പൊട്ടട്ടെ. കൃപ കൃപ കൃപ
ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾക്കകത്ത് ദൈവം ആഴമായ ചില വിടുതലുകൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് കൽപ്പിക്കും. ആമേൻ. ഒരു നീണ്ട ഉപവാസവും പ്രാർത്ഥനയുമല്ലെന്ന് എനിക്കറിയാം. ആമേൻ. ഒരുപക്ഷെ മാസം തോറും നടക്കുന്ന മീറ്റിംഗ് ആയിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അടിവരയിട്ട് ഞാൻ ആത്മാവിൻ്റെ ശക്തിയോടെ വിളിച്ചു പറയുന്നു, ആമേൻ, നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല മീറ്റിങ്ങുകൾക്കകത്ത് നടക്കാത്ത ചില വിടുതലുകൾ ഈ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഞായറാഴ്ച അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് ഒരു വലിയ വ്യത്യാസം, ഒരു വലിയ മാറ്റം, ഒരു വലിയ വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ സമസ്ത വിഷയങ്ങൾക്ക് അകത്ത് നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. അപ്പൊ ഫെലിസ്ത്യന്റെ വിളവുകളെല്ലാം നശിക്കപ്പെട്ടു. ഇനി അവരടങ്ങിയിരിക്കുമോ? ഇല്ല. അവര് നമുക്കില്ലാത്തൊരു കാര്യം അവർക്കുണ്ട്. ആർക്ക്? കേട്ടില്ല, കുറച്ച് പറഞ്ഞേ. എന്താ? സ്തോത്രം. അവര് ഇത് സംഭവിച്ച ഉടനെ സൈന്യമായിട്ടൊന്നും അങ്ങ് പുറപ്പെട്ടില്ല. ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വെച്ചു, അല്ലേ? ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വെച്ചു. അന്വേഷണം വെച്ചപ്പോൾ ഇതാരാന്നവർ കണ്ടെത്തി. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, മനസ്സിലാക്കുന്ന അങ്ങനെ. ഇതാരാന്ന് കണ്ടെത്തി. ആരാ ചെയ്തേ? ശിംശോൻ, അല്ലേ? ആ ശിംശോനെതിരെ ഒരു ചെറു വിരളെങ്കിലും അനയ്ക്കോ? അനയ്ക്കോ? നമ്മളായിരുന്നെങ്കിലോ? പ്രാർത്ഥിക്കുന്നവരാ, ആരാധിക്കുന്നവരാ, കൈയടിക്കുന്നവരാ. പാസ്റ്ററേ, അവളാ പാസ്റ്ററേ, അവനാ പാസ്റ്ററേ, ഞാൻ കണ്ടു പാസ്റ്ററേ, ഞാൻ കണ്ടു. ചിലരൊക്കെ വന്ന് സംസാരിക്കുമ്പം ചിരി തോന്നും, പക്ഷെ ചിരിക്കാൻ പറ്റുമോ? സ്തോത്രം. ഇപ്പം ഞാൻ ഈ പാസ്റ്റർ അങ്ങനെയുള്ള ആളല്ല, ഇനി പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ആളല്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഈ പാസ്റ്ററെ ഒരു കല്ലെടുത്ത് എറിഞ്ഞെന്നിരിക്കട്ടെ. ഞാനാണ് എറിഞ്ഞെന്ന് പാസ്റ്റർ കണ്ടു. കല്ല് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു റോസാപ്പൂ നമ്മുടെ ദേഹത്ത് വീഴുന്ന സുഖമായിരിക്കും, അല്ലേ? ആണോ? അല്ല, നന്നായിട്ട് വേദനിക്കും. ചിലപ്പം സർവ്വശ്വാസം അടക്കി ദൈവമേ എന്നൊരു വിളി, പിന്നെ എന്തൊക്കെ പറയുമെന്ന് അന്നേരം അറിയാൻ പറ്റും. ഒരു നോർമൽ വിശ്വാസിയുടെ കാര്യം ഞാൻ പറയാം. ഞാൻ പാസ്റ്റർ വെച്ച് പറഞ്ഞത് അടികൊള്ളാതെ വീട്ടിൽ പോവാമല്ലോ. അപ്പോൾ പുള്ളിക്കാരനെ നന്നായിട്ട് വേദനിച്ചു. പുള്ളി എന്നെ കണ്ടു. പുള്ളിയുടെ പ്രഥമ ദൃഷ്ടിയിൽ ഇന്നു മുതൽ പുള്ളിയുടെ ശത്രു ആരാ? പറഞ്ഞേ. ഞാനല്ലേ പുള്ളിയുടെ ഇന്നു മുതൽ ശത്രു. അപ്പം ഇന്നു മുതൽ നോർമലായി ആരുടെ മാനസാന്തരത്തിനായിരിക്കും? പാസ്റ്റർ ആയതുകൊണ്ട് മാനസാന്തരത്തിനെ പ്രാർത്ഥിക്കൂ. വിശ്വാസികളാണെങ്കിൽ വേറെ ലെവലിൽ പ്രാർത്ഥിക്കും. അത് ഞാൻ പറയുന്നില്ല. കർത്താവ് ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കൂലേ? ഈ ഇടപെടണമെന്ന് പറയുമ്പം എന്നെ എറിഞ്ഞെങ്കിൽ അവൻ്റെ കയ്യും കാലുമൊക്കെ ഒന്ന് ഒടിച്ചിടണേ കർത്താവേ. ഇനി ആരെയും ഈ കൈ കൊണ്ട് കല്ലെടുത്ത് എറിയാൻ അനുവദിക്കരുത്. ഇതാ ഈ ഇടപെടല് എന്ന് പറയുന്ന വാക്കിനകത്ത് അടങ്ങുന്ന അർത്ഥം. പിന്നെ ഇത് പറയുമ്പം പറയുന്നില്ലെങ്കിലും ഇതൊക്കെ ചിന്തിച്ചോണ്ടാണ് ഇത് പറയുന്നെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ പ്രാർത്ഥിക്കാത്തവരൊക്കെ രാമ്യം പറഞ്ഞേ, കാര്യം പിടികിട്ടി. അപ്പോൾ ഇന്ന് ശത്രു ഞാനാ. പക്ഷെ പാസ് പ്രാർത്ഥിക്കുന്ന മുഴുവൻ എനിക്കാണ്. പക്ഷെ പാസ് എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കൊരു പ്രശ്നവും ഇല്ല. ദൈവം എനിക്കെതിരെ ഒരു ദോഷവും. എന്താ കാര്യം? എന്താ കാര്യം? സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി.
അവർ അത്യന്തം സന്തോഷിച്ചു. ആമേൻ. ശാന്തത വന്നുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ എത്തേണ്ടതുപോലെ എത്താതിരുന്നതിൻ്റെ കാരണം സമുദ്രമല്ല, തിരമാലയല്ല. ആമേൻ. വെറുതെ കിടന്ന സമുദ്രത്തെ, വെറുതെ കിടന്ന തിരമാലയെ ശക്തമായി എഴുന്നേൽപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരു കാറ്റ. പറഞ്ഞു മനസ്സിലായില്ലേ? സ്തോത്രം. ഈ പലവട്ടം ഈ കല്ല് ഞാൻ എടുത്തു എൻ്റെ മനസ്സിൽ. അന്നേരമെല്ലാം പറയാം വേണ്ട ഒരു ദൈവദാസൻ, ഞാൻ തിരിച്ചിട്ടു. പിന്നെ എന്നോട് വേറൊരു മനുഷ്യൻ പറയാം, അവൻ ഒരെണ്ണം കൊടുത്തേ പറ്റൂ, നീ കൊടുക്കാതെ പോകല്ലേ, നിനക്ക് കിട്ടിയ അവസരം. ഈ അടുത്ത സമയത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ്, ഞാനൊരു പകൽ മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കാട്ടാക്കട വരുമ്പോൾ അവിടെ 3-4 കല്യാണ ഓഡിറ്റോറിയങ്ങളുണ്ട്. അതിൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ആൻറ്റി നിൽക്കുന്നു. സ്തോത്രം. അപ്പോൾ ആൻറ്റിയെ കണ്ടു. ഞാൻ കാറി ചവിട്ടി പോകുന്ന കൂട്ടത്തിൽ അവരെ വീട്ടിലങ്ങ് ഇറക്കി വിടാമല്ലോ എന്ന് കരുതി ഞാൻ കാറി കയറ്റി. അപ്പോൾ വണ്ടി കയറിയിരുന്ന് പറഞ്ഞു, പാസ്റ്റേ ഏറെ നാളത്തെ എൻ്റെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു പാസ്റ്ററെ. സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ? അതെ, തേടിയ വള്ളി കാലി ചുറ്റി പാസ്റ്ററെ. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അല്ല, ഞാൻ ഒരുത്തിക്കിട്ട് 4 എണ്ണം പറയണമെന്ന് കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അവളെ കിട്ടി പാസ്റ്ററെ, അതും 10 പേരുടെ മുമ്പിൽ കിട്ടി പാസ്റ്ററെ. പറയേണ്ടത് മുഴുവൻ പറഞ്ഞ് ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് പാസ്റ്റർ വരവന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെ അല്ലാത്ത പെന്തിക്കോസുകാർ ഇതിനകത്തുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ടും കൈപൊങ്ങിയില്ല, ഉണ്ടെന്ന്. ആമേൻ. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, സമയം മുൻപിലില്ലല്ലോ. ശ്രദ്ധിച്ചേ. സ്തോത്രം. ആമേൻ. എന്നെ കൊണ്ട് കല്ലെടുപ്പിച്ചതിൻ്റെ പിന്നിൽ വേറൊരു വ്യാപാരം ഉണ്ടല്ലേ. ഞാൻ എടുക്കണ്ടെന്ന് പലവട്ടം ചിന്തിച്ചു, എറിയണ്ടെന്ന്, എടുത്തതിന് ശേഷം എറിയണ്ടെന്ന് പലവട്ടം ചിന്തിച്ചു. എന്നിട്ടും എന്നെ കൊണ്ട് എറിയിപ്പിച്ചത് വേറൊരു മനുഷ്യനാണ്. യഥാർത്ഥത്തിലുള്ള ശത്രു ആ ആളാണ്. എറിഞ്ഞ ഞാനാ പാസ്റ്റർ, ഞാനാ എറിഞ്ഞെന്നുള്ള കണ്ടത് സത്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പാസ്റ്റർ ശത്രു ഞാനല്ല. എന്നെ കൊണ്ട് കല്ലെടുപ്പിച്ച് എറിയണ്ടെന്ന് എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് തോന്നിയിട്ടും എന്നെ നിർബന്ധപൂർവം എറിയിപ്പിച്ചതാണ് ഈ ദൈവദാസന്റെ ശത്രു. പറഞ്ഞത് മനസ്സിലായോ? നിന്റെ പ്രഥമ ദൃഷ്ടിയിൽ കണ്ടതും നീ ഊഹിക്കുന്നതുമല്ല നിന്റെ യഥാർത്ഥ വിഷയം. അതല്ല യഥാർത്ഥ പോരാട്ടം. നീ കാണാതെ, നിന്റെ പ്രാർത്ഥനയിൽ ഇതുവരെ വെളിപ്പെടാതെ, നിന്റെ ആരാധന ഇതുവരെ വെളിപ്പെടാതെ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ചിലതിനെ പ്രാർത്ഥിച്ച് പുറത്തു കൊണ്ടുവരാൻ. കമാൻ കമാൻ കമാൻ. റീബല വക്ഷലരം ധലരഗദല രക്ഷാരഗദ അർത്തുനരഗദല ചൂടല രക്ഷലരം ധനരഗദല അത്തുനരഗദല വൗഷാരഗദ ഉടമ രക്ഷാരഗദ അധികനെ. Praise the Lord. Praise the Lord. Praise the Lord. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് ഒരു 50 മീറ്റർ അകലത്തിന് ഒരു ക്ഷേത്രമുണ്ടെന്നോ മറ്റേതെങ്കിലും സമുദായ ശക്തികൾ ആമേൻ ഉള്ള ഒരു സ്ഥാപനം ഉണ്ടെന്നിരിക്കട്ടെ. എൻ്റെ വീട്ടിൽ ഞാൻ സ്തോത്രം എല്ലാ പ്രവാചകന്മാരെ കുറിച്ചുമല്ല ഞാൻ ഈ പറയുന്നത്. ആമേൻ. ഒരാളെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ആ ആൾ വന്ന വഴിക്ക് ഇത് കണ്ടു. വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുഴുവൻ ആ ആൾ കാണുന്നത് ഈ കണ്ട സാധനത്തിനായിരിക്കും. പക്ഷേ അത് ഇന്നേ വരെ എൻ്റെ വീടിന് അയൽവക്കത്തൂടെ പോലും പോയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇതാണെന്നും പറഞ്ഞ് എത്ര യോഗം ഞാൻ നടത്തി കാണും അല്ലേ. കുറേ കാശ് പോയെന്നുള്ളതല്ലാതെ ഇന്ന് വരെ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല പാസ്റ്ററെ. അത് പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹലോ, നമ്മൾ ചിലർ പറയില്ലേ, ഒത്തിരി നാളായി പാസ്റ്ററെ ഈ പോരാട്ടം, ഒത്തിരി നാളായി പാസ്റ്ററെ ഈ പ്രശ്നം മാറുന്നില്ല പാസ്റ്ററെ. ആമേൻ. ഒത്തിരി പ്രാർത്ഥിച്ചു പാസ്റ്ററെ, ഒത്തിരി ദൈവദാസന്മാർ വന്നു പാസ്റ്ററെ, ഒത്തിരി ചെലവിട്ടു പാസ്റ്ററെ. ഇതൊന്നും ചെയ്തത് തെറ്റല്ല. പക്ഷെ എത്ര നീ ചെലവിട്ടാലും, നീ എത്ര മുടക്കിയാലും, നീ എത്ര ഉപവാസം വെച്ചാലും, നിങ്ങൾ എത്ര പ്രാർത്ഥന ക്രമീകരിച്ചാലും ആ വിഷയത്തിനകത്ത് ഒരു വിടുതൽ നടക്കണമെങ്കിൽ മുഴങ്കാല് മടക്കി അപ്പനോട് ചോദിക്കണം. അവൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട്
ഇതിനകത്തൊരു നീക്കുപോക്കില്ല. എന്തേ ഇതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന വിഷയം അതൊന്ന് വെളിപ്പെടുത്തി തരാൻ, അതൊന്ന് വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള എത്ര പേർക്കകത്തുണ്ട്? അതിന് ഈ കൂട്ടത്തിലുള്ള കയ്യടിയും അന്യഭാഷയും പറ്റില്ല. അതിന് സമയം കണ്ടെത്തി വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചു നോക്ക്. ഇത്രയും നാൾ നിന്റെ വീട്ടിൽ വിടുതലില്ലാതിരുന്നതിൻ്റെ കാരണം എന്തെന്ന് ആത്മാവ് മറ്റൊരാൾ പറയാതെ, ആമേൻ, നീ കൂലിക്കെടുത്തോണ്ട് വന്ന ആളിലൂടെ വെളിപ്പെടാത്തത് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആത്മാവ് വെളിപ്പെടുത്തി തരും. നമ്മൾ എത്ര നാൾ കൂലിക്ക് ആളെ എടുത്ത് പ്രാർത്ഥിക്കും? നമ്മളൊക്കെ ഒന്ന് പ്രാപ്തരാകണ്ടേ? നമ്മളൊന്ന് പ്രാപ്തരാകണ്ടേ? പ്രൈസ് ദി ലോർഡ്. എന്ത് വിഷയം വന്നാലും ആ പാസ്റ്ററെ നമുക്കൊന്ന് വിളിക്കാം, ഈ പാസ്റ്ററെ നമുക്കൊന്ന് വിളിക്കാം. അവർ 150 തിരക്കിനിടയിൽ ഓടി വന്ന് 2 മണിക്കൂർ പ്രാർത്ഥിച്ച് കിട്ടിയ ദൂതും പറഞ്ഞേച്ച് അവർ പൊടിയും തട്ടി അങ്ങ് പോകും. നിനക്കെന്താ ഗുണം? നിങ്ങൾക്കെന്താ അതിൻ്റെ നേട്ടം? ഒരു നേട്ടം വേണ്ടേ? ഇറങ്ങിത്തിരിച്ചിട്ടൊരു നേട്ടം വേണ്ടേ? ഇറങ്ങിത്തിരിച്ചിട്ടൊരു ലാഭം വേണ്ടേ? ഇറങ്ങിത്തിരിച്ചിട്ടൊരു വിടുതൽ വേണ്ടേ? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ, കഷ്ടത അനുഭവിക്കുന്നവൻ മുഴങ്കാൽ മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകാം. Praise the Lord. Praise the Lord. അവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ശിംശോനാണെന്ന് പിടികിട്ടി, അവിടം കൊണ്ട് അവർ പ്രതികരിച്ചില്ല. ഇത് എന്താ കാര്യമെന്ന് അവർ അന്വേഷിച്ചു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ. നമ്മൾ എന്താ ഏതാണെന്നൊന്നും കേൾക്കാൻ നിൽക്കത്തില്ല. അതിനു മുമ്പേ നമ്മൾ ചാടിപ്പുറപ്പെടും. പക്ഷെ ജാതികൾ അങ്ങനല്ല. നമ്മളെക്കാൾ കുറച്ചുകൂടെ വിവേചനം അവർക്കുണ്ടെന്ന എൻ്റെ ബോധ്യം. തമാശല്ല. ഓക്കെ, സ്തോത്രം. അവർ ശിംശോനാണെന്ന് കണ്ടിട്ട് പ്രതികരിച്ചില്ല അവനോട്. തിരിച്ച് അവർ ഒന്നുകൂടെ അന്വേഷിച്ചു. അതിൻ്റെ കാരണമെന്ത്? ഇവൻ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകമെന്ത്? അതിനെ കണ്ടുപിടിച്ച് അതിനെയാണ് അവർ ചികിത്സിച്ചത്. പെന്തിക്കോസുകാരെ, സ്നാനപ്പെട്ടവരെ, അഭിഷേകം ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരെ, എനിക്ക് കൃപാവരം ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരെ, ഇവിടെ കീബോർഡിൻ്റെ ഒച്ച നിന്നാലും ആമേൻ, ഡ്രമ്മിൻ്റെ ശബ്ദം നിലച്ചു പോയാലും ആമേൻ, പ്രസംഗിക്കേണ്ട സമയം കൂടെ അപകരിച്ച് ആരാധിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, അതൊന്നും തെറ്റല്ല. നിങ്ങൾ ആരാധിച്ചോ, കൈയടിച്ചോ, അന്യഭാഷ പറഞ്ഞോ, അതൊന്നും തെറ്റല്ല. പക്ഷെ ഇന്ന് പകലിൽ മറഞ്ഞു കിടക്കുന്നതിനെ ഒളിഞ്ഞിരിക്കുന്ന ആമേ, പ്രാർത്ഥനയോട്, ആരാധനയോട്, ആത്മാവിന്റെ വെളിപ്പാടോടുകൂടെ അതിനെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്ന് ദൈവം തന്ന അധികാരത്താൽ അതിന്റെ മേൽ ജയമെടുക്കാൻ കൃപയുള്ള ഒരു കൂട്ടം ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ ശബരവന. അവരെന്ത് ചെയ്തു? വന്ന് അവരുടെ സ്തോത്രം അവളെയും അവരുടെ അപ്പനെ തീയിലിട്ട് ചുട്ട് കളഞ്ഞു. അവിടം കൊണ്ട് പ്രശ്നം തീരണ്ടേ? ഇവനാരാ? ഇവനൊരു അഭിഷേകമുള്ളവനല്ലേ? ഇവൻ ആത്മാവുള്ളവനല്ലേ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? അവിടെ കൊണ്ട് പ്രശ്നം തീരണ്ടേ? തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? കാര്യം കഴിഞ്ഞില്ലേ? ഇനി ഏതെങ്കിലും കാലത്ത് ഈ ഭാര്യയെ തിരിച്ചു കിട്ടുമോ? കിട്ടാൻ പോകുന്നില്ല. അവിടെ കൊണ്ടെങ്കിലും വിടണ്ടേ? പക്ഷെ പുള്ളിക്ക് അവിടെയും വിടാൻ താല്പര്യമില്ല, അല്ലേ? ആമേൻ. 8-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവരെ കഠിനമായി അടിച്ചു, അവരുടെ തുടയും നടുവിനെയും തകർത്തു കളഞ്ഞു. എന്നിട്ട് അവൻ ഏദോൻപാറയുടെ ഗഹോരത്തിങ്കൽ ചെന്ന് ഒളിച്ചു പാർത്തു. അപ്പോൾ ഒരു കാര്യം കൂടെ ഉറപ്പായി, മുൻപ് അവനെ തൊട്ടില്ലെങ്കിലും ഇനി അടുത്ത പണി അവനായിരിക്കും, അവൻ ഉറപ്പുണ്ട്.
ഒരാമയം പറഞ്ഞേ. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഞാനൊരു ഉപദേശം പറയാം. സ്തോത്രം. ചൊറിയാൻ പാടില്ലാത്തടത്ത് എന്ന് ആവശ്യമില്ലാതെ ചൊറിഞ്ഞേച്ച് കൃപ എന്ന് പറയരുത്. പണി നിന്റെ പുറകെ വരും. അതിനെതിരെ പ്രാർത്ഥിച്ചാൽ നീക്കുപോക്ക് കാണത്തില്ല. ചേർന്നൊരാമ്യം പറഞ്ഞേ. മനസ്സിലായവർ രാമ്യം പറഞ്ഞേ. പോരാ, ശക്തിയോടെ പറഞ്ഞേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ അവിടെയും കൂടെ ഒരു വാക്ക് കൂടെ നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു. അവൻ മാനുഷികമായി നഷ്ടപ്പെട്ടു പോയ പകരത്തിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരുത്തൻ ഇത്രത്തോളം പ്രതികരിച്ചെങ്കിൽ പകരം വെക്കാൻ കഴിയാത്ത, ആമേൻ സ്തോത്രം, പകരത്തിന് പകരമെടുക്കാൻ കഴിയാത്ത, നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയ്ക്കും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുക്കാൻ കഴിയുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്കകത്ത് നിന്ന് ആഗ്രഹിക്കുന്നു. അതെത്ര പേർ ആമേൻ വിശ്വസിക്കുന്നു? അത് എന്നിൽ നിന്ന് ദൈവം അത് ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് 10-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് യഹൂദായിൽ പാളയമിറങ്ങി. എന്തിനാ? ഏദോൻ പാറയുടെ ഗഹോരത്തിങ്കൽ ഒളിച്ചു പാർക്കുന്നവനെ തകർത്തു കളയാൻ അവർ പാളയമിറങ്ങി. ഇന്ന് രാവിലെ നിന്നെ ശത്രു തൊട്ടിട്ടില്ല, നിന്നെ പിശാച് കൈകാര്യം ചെയ്തിട്ടില്ല, തൊടാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ നിന്റെ കോമ്പൗണ്ടിന്റെ മുൻപിൽ അവൻ എത്തിയിട്ടേ ഉള്ളൂ. വാതിൽ തുറന്നിട്ട് നിന്റെ വീട്ടിനകത്തകത്ത് കയറി വന്ന് നിന്നെ ആക്രമിക്കുന്നതിന് മുൻപ് അകത്തിരുന്നുകൊണ്ട് മുഴങ്കാലും അടക്ക് ഒരു വഴിയായി വന്നവൻ പല വഴികളായി ചിതറിപ്പോകുന്നത് ആത്മാവിൽ നിനക്ക് കാണാം. ഓ റിബലവരബല ശംതല ഹസ്തൽ പ്രൗഢമന ഘടകരഹസ്യ അക്ഷരാധന റിഗന്ധരാധന അർത്ഥൽ പ്രൗഢമന ഘടകരഹസ്യ. ശത്രുപാളയം ഇറങ്ങി എന്ന വാർത്ത കേൾക്കുമ്പോൾ, ആ വിചാരം നിനക്കെതിരെ ഉണ്ടെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ, ഇന്ന പോരാട്ടം നിനക്കെതിരെ ഉണ്ട് എന്ന് ഒരു ദൈവദാസൻ ദൂത് പറയുമ്പോൾ അതിനെ കേട്ടിട്ട് ഭയപ്പെട്ടേച്ച് അവൻ സ്തോത്രം ഭാരപ്പെട്ട് മനസ്സ് കലങ്ങുന്നവരല്ല, ആത്മാ ഉണർത്തി തന്നതിനായി സ്തോത്രം പറഞ്ഞ് അതിനു വേണ്ടി ഉപവസിച്ച് കരയാ. കർത്താവ് കൃപ തരട്ടെ. എല്ലാവരും ഒരു മിനിറ്റ് ദൈവസൻ എഴുന്നേറ്റ് നിൽക്കാമോ? ഹോറാബല ശംദരാധന ഹസ്തൽ പ്രൗഢവന ഘടകരഹസ്യ അംധുരാധന രഗതൽ ഖമന ഘടകരഹസ്യ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട് കേട്ട ദൂതിൻ്റെ മുൻപാകെ നമ്മെ ഒന്ന് സമർപ്പിക്കുക. ചില മിനിറ്റുകൾ എല്ലാ തരങ്ങളും തുറന്ന് സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകൽക്കാലം ചില പൈശാചിക ആധിപത്യങ്ങൾ, ചില ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ നമുക്കെതിരെ, എനിക്കും നിങ്ങൾക്കുമെതിരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കെതിരെ, നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ, നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ, നമ്മുടെ കുടുംബജീവിതത്തിനെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ പാളയം ഇറങ്ങിയിരിക്കുന്ന ഫെലിസ്ത്യ ശക്തികളുടെ മേൽ, സാത്താന്യ ആധിപത്യങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ചില ദേശാധിപതിയുടെ മേൽ, ചില മന്ത്രവാദത്തിന്റെ മേൽ, ചില ക്ഷുദ്ര പ്രയോഗത്തിന്റെ മേൽ, ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ആത്മാവ് ജയം തരാൻ രാജ വൈഡാ രാജ ഹസ്തല രക്ഷ ഹന്തൽ പ്രൗഢ രഗതല രക്ഷം ചൂടല രക്ഷല രംദല രാധല. അന്യഭാഷയിൽ ആരാധിക്കാമോ? അന്യഭാഷയിൽ മാത്രം ചില മിനിറ്റുകൾ കരങ്ങളടിച്ച് അന്യഭാഷയിൽ രബലബരബന ഹദുരമന രഗദല രക്ഷലരം ധനരഗദല അത്തുനരഗദല ഘടകരഗക്ഷരാതുരാമന അർത്ഥൽ പ്രൗഢമന ഹടകരഗസ്യ അംധരേ വൈഡമന രഗം ധൂനഗസി റബൽ കമനാമന ശംദൽ പ്രൗഢമന അർത്ഥുരാധന വൈഡമനെ റിഗംക്ഷര അർത്ഥനെ വൈഡവര നിഗാന രക്ഷസ്യ അർത്ഥൽ പ്രൗഢമന അർത്ഥനാവന റിബാന ഭൗഷ്യസ്യേ റിബൽ കമനെ അംധരോദര അർത്ഥനേദനെ അക്ഷരാധുന റമാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനകത്ത് വിടുതൽ നടക്കട്ടെ. കുടുംബങ്ങൾക്കകത്ത്, തലമുറകളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ചില വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലോ, ചില വിടുതലുകൾ മുൻപിലുണ്ടെങ്കിലോ അത് പ്രാപിച്ചെടുക്കാൻ കഴിയാതെ പിശാച് പല തടസ്സങ്ങൾ കൊണ്ടിട്ട് ചില കുടുംബങ്ങളെ തടയുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതഴിഞ്ഞു മാറട്ടെ, അതഴിഞ്ഞു മാറട്ടെ, അതഴിഞ്ഞു മാറട്ടെ, അതഴിഞ്ഞു മാറട്ടെ. ഓ റിബലവരവ ശംധരാധര അർത്ഥൽ പ്രൗഢമന ഘടകരകസി ഇന്ന് പകൽക്കാല ചില വിടുതലുകൾ, ചില വിടുതലുകൾ, ചില വിടുതലുകൾ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില വീര്യ പ്രവർത്തികൾ ശബരബനരഗജലരകം ശരേ ഹിബനരഗദരഗക്ഷരാ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ, ഒരിഞ്ച് പോലും മുൻപിലേക്ക് കാലുവെച്ച് മുന്നേറാൻ കഴിയാതെ, വയ്ക്കാൻ ആഗ്രഹിച്ച് മുൻപോട്ട് വന്നാലും അതിനനുവദിക്കാതെ ചില വ്യക്തികളെയും കുടുംബങ്ങളെയും ചില തലമുറകളെയും പുറകിലോട്ട് വലിക്കുന്ന ശത്രുവിൻ്റെ ആധിപത്യങ്ങൾക്കകത്ത് നിന്ന് ഇന്ന് പകൽ ഈ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് പുറത്തെടുക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തെ അടിയൻ വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റബന ശംദനാദന അസ്തൽ പ്രൗഢമന ഘടകരഹസ്യ. ഭൂമി സംബന്ധമായ ചില പ്രതിസന്ധികളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ആമേ, ചില കുരുക്കുകളിൽ കിടക്കുന്നവർ ഇതിനകത്തുണ്ട് കർത്താവേ. ഭവനത്തിനകത്ത് ചെന്ന് കയറുമ്പോൾ അസമാധാനത്തിൻ്റെ അനുഭവങ്ങൾ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, ആരാധിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, അങ്ങനെ ഭൂമിമേലുള്ള ചില പൈശാചിക ആധിപത്യങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അടിയൻ അവയെ ശാസിച്ച് ഇവരുടെ കുടുംബങ്ങൾക്കകത്ത് നിന്ന് അത് പുറത്തു വരാൻ ഞാൻ കൽപ്പിക്കുകയാണ്. വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. റബലബ ശംദരാധന റിബലബരബന ശംദൽഖമന അക്ഷരാധന. ചില പേപ്പർ വർക്കുകൾ, ഗവൺമെന്റ് തലത്തിൽ റെഡിയാകേണ്ട ചില പേപ്പർ വർക്കുകൾ ചില കുടുംബങ്ങൾക്കകത്ത് നടക്കുന്നു. ആമേൻ. അതിന്റെ ഫൈനൽ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടോ ആമേൻ അത് മുടങ്ങിക്കിടക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതിനകത്തൊരു പരിഹാരം. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിച്ചാട്ട്. ഉച്ചലരകജേർബനെ ഹംദലരാജവനാദരാജല ഈപരാദരാജലർഗജേർബക്ഷപാലവരദലാജലാർഗജാലവരാദര ദീപാലകന്ദരേർഗജേർബനാ സംദലരഗജാലവനാദരാജല ദിബജവ സംദലരഗജേർബനാജലകത്തരേ ദിഗജാലവരാദരാജല ദിഗജാലകത്തരേ ദിഗജേർബനാ സംദലാദികാലവരാദരാജല ഉച്ചലരഗജലവിനവാര ഹംദലരേ ജലവരാദരാജലാദരാജല ദിഗജാലകത്തരരാജവനവ സംദരദരാജലാദരാജലാദരാജല ഈവലരേ ജലവരാദരാജരാദികാലവാനവാനവ ഉച്ചലരഗജേർബനെ ഹംദലേർഗജേർബനെ സംദരാദരാജല ഈഗക്ഷേബലവാനവദവാദരാജലാദരാജല ഈഗജബലാർഗജാലവാരകത്തരേ ദിഗരേദരാജലാദരാജല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വ്യക്തമായി ശക്തമായി അവിടുത്തെ അഭിഷക്തനിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ശത്രുവായ ഫെലിസ്ത്യൻ ദൈവജനത്തിനെതിരെ ഹല്ലേലൂയ ആമേൻ ലേഖയിൽ പാളയം ഇറങ്ങിയെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശിംശോനെ ഉദ്യമിപ്പിക്കുകയും ഹല്ലേലൂയ ആമേൻ ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുകയും അവനെ കൊണ്ട് ഹല്ലേലൂയ 20 വർഷക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ ന്യായപാലനം ചെയ്യിപ്പിക്കുകയും ചെയ്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടല്ലോ. ശത്രുവിന്റെ പദ്ധതികൾക്ക് ശത്രുവിന്റെ ഹല്ലേലൂയ മണ്ഡലങ്ങൾ ഹല്ലേലൂയ പൈശാചിക ഹല്ലേലൂയ മണ്ഡലങ്ങൾ എത്ര വന്നു പരന്നാലും എത്ര ഒരു ദൈവ പൈതലിനെതിരെ യുദ്ധം ചെയ്താലും ഹല്ലേലൂയ അത് ജയിക്കുകയില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ശക്തമായി അവിടുത്തെ ദാസരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മ ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകി. ഇന്ന് കാലം ഹല്ലേലൂയ ചില അന്ധകാര മണ്ഡലങ്ങൾ ഭവനങ്ങൾക്കെതിരെ ദൈവസഭക്കെതിരെ പോരാടി നിന്ന അന്ധകാര മണ്ഡലങ്ങളെ സ്വർഗത്തിലെ ദൈവം ബ്രേക്ക് ചെയ്തല്ലോ. ഹല്ലേലൂയ വിടുതലുകൾ നൽകിയല്ലോ. അത് ഓർത്ത് സ്തോത്രം അവർ കൂടെ കരങ്ങളുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന ദൈവദാസനെയും ശക്തമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ ആമേൻ. സ്തോത്രം സ്തോത്രം. പി വിജോച്ചായും ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. പി വിജോച്ചൻ പ്രാർത്ഥിച്ചു. ദൈവത്തെ സ്തുതിക്കാനും സ്തോത്രം ചെയ്ത് കർത്താവെ കേൾക്കപ്പെട്ടതായ നല്ല വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തതുപോലെ കർത്താവെ ദൈവ വചനപ്രകാരം മുന്നേറുവാനാണ് ഞങ്ങളെ കർത്താവ് ഒരുക്കിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനെ പോലെ ആദ്യം ദൈവകൽപ്പനകൾ പ്രമാണിച്ച് എല്ലാ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് വിടുതൽ പ്രാപിച്ചതുപോലെ കർത്താവ് എല്ലാ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നവർ ചെയ്യുന്ന വേലകളെ കർത്താവ് മാനിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ഓരോ കുടുംബങ്ങൾ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നത്, ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത്, രോഗികൾക്കായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുക്കണമേ, കരുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാ ആവശ്യങ്ങളും പലവിധമായ ആവശ്യങ്ങളുടെ പ്രയാസങ്ങൾ കഷ്ടപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവ് അവരോട് കാരണം കയ്യേന്മ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നത്തെ സന്ധ്യയ്ക്ക് ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമെന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തർക്കും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് വിടുതൽ പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനയും കേൾക്കുകയും നമ്മെ എത്രത്തോളം ഈ ഉപവാസ പ്രാർത്ഥന 2ാമത്തെ സെഷൻ എത്രത്തോളം വിജയകരമാക്കി തീർത്തു നമ്മളെ അനുഗ്രഹിച്ചതുകൊണ്ട് കരങ്ങളുയർത്തി ഉച്ചത്തിൽ 3 പ്രാവശ്യങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരത്തെ മീറ്റിംഗ് പ്രൈസ് ദി ലോർഡ് കൃത്യം 7 മണിക്ക് തന്നെ ഇവിടെ തുടങ്ങും. അല്ലെങ്കിൽ അതിന് മുമ്പ് 7 മണിക്ക് മുമ്പ് തന്നെ എല്ലാ ദൈവമക്കളും ദൈവസഭയിൽ എത്തിച്ചേർന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടെ അല്ലെങ്കിൽ ആയിരിക്കണമെന്ന് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.